ഉപവാസ പ്രാർത്ഥനയുടെ 2-ാം ദിനം ഈ ആദ്യ പകൽക്കാലം കർത്തൃ സന്നിധിയിൽ ആത്മാവിൽ പാടിയും ആരാധിച്ചും പ്രാർത്ഥനയോടെയും ദൈവസന്നിധിയിൽ കടന്നു വന്ന എല്ലാ ദൈവജനത്തെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന അനുഗ്രഹിത ദൈവദാസന്മാർക്കായി സ്തോത്രം. എല്ലാവരെയും ഓർത്ത് ഒരിക്കൽ കൂടെ കർത്താവിനെ സ്തുതിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ ആരംഭിച്ച ഉപവാസത്തിൽ ഞാൻ ചിന്തിക്കുന്നു ഏകദേശം എല്ലാവരും ഉപവാസത്തിലായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ വളരെ പ്രാർത്ഥനയോടെ തുടർന്നുള്ള നിമിഷങ്ങളിൽ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. ഇന്ന് പകൽക്കാലം കർത്താവ് നമ്മോട് സംസാരിക്കണം. സ്തോത്രം. എത്ര പേരത് വിശ്വസിക്കുന്നു? എന്നോട് കർത്താവ് ഇന്ന് പകൽക്കാലം ഇടപെടുമെന്ന്. ഹാലിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യ നിശ്ചയമായും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആത്മാവിനറിയാം ഉള്ളങ്ങളുടെ ആവശ്യം എന്തേയെന്ന്. അങ്ങനെയെങ്കിൽ നമ്മൾ എന്താവശ്യത്തിൽ നമ്മുടെ വാക്കുകളുടെ പെരുപ്പമൊന്നുമല്ല, ഹൃദയംഗമായ നമ്മുടെ സമർപ്പണമാണ് ദൈവം നമ്മുടെ മധ്യ ഇടപെടുവാനിടയാകുന്നത്. അങ്ങനെയെങ്കിൽ ഹൃദയംഗമായി ഹൃദയം നുറങ്ങിക്കൊണ്ട് ദൈവസന്നിധിയിൽ ഹാലി കർത്താവേ എന്നോട് സംസാരിക്കണമേ, എന്നോട് ഇടപെടണമേ എന്ന് ഹാലലിയ ഹൃദയ നുറുക്കത്തോടെ നാം പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ പാദപീഠത്തിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും ഇന്ന് കർത്താവ് നമ്മോട് ഇടപെടുവാനിടയാകും, സംസാരിപ്പാനിടയാകും. നമുക്ക് വേണ്ടുന്ന ദൂത് ദൈവം നമുക്ക് തരുവാനിടയാകും. വളരെ പ്രാർത്ഥനയോടും സമർപ്പണത്തോടും നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. വിശേഷാൽ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെന്ന് പകൽക്കാലം കൃത്യസമയത്ത് തന്നെ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ ജോയിക്കുട്ടി കോട്ടൂർ മരുതൂർ താമസിക്കുന്നു. കർത്താവിൻ്റെ ദാസനെ ചിലർക്കെങ്കിലും പരിചയം കാണും. ഹല്ലേലൂയ. അവിടെ ഒരു അനുഗ്രഹിത സഭയുടെ ശുശ്രൂഷകനായും മറ്റ് പലയിടങ്ങളിൽ തനിക്ക് ദൈവസഭകളുണ്ട്. മാത്രമല്ല ദൈവം തന്നെ അയക്കുന്ന സ്ഥാനങ്ങളിലൊക്കെ പോയി കർത്താവിൻ്റെ ഹല്ലേലൂയ വചനം ആത്മാവിൽ തനിക്ക് തന്ന ശുശ്രൂഷ കർത്താവ് നിറപടിയായി ചെയ്യുവാൻ സഹായിച്ചുകൊണ്ടിരിക്കുന്നു. ഹല്ലേലൂയ. നാം ഇന്ന് പകൽക്കാലം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ദൈവം നമ്മോടും ഇടപെടും. വളരെ പ്രാർത്ഥനയോടെ ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. കർത്താവിൻ്റെ ഭൃത്യനെ തുടർന്നുള്ള സമയത്തെ ശുശ്രൂഷയ്ക്കായി ക്ഷണിച്ചുകൊള്ളുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ കണ്ണുകളും ഇന്ന് പകലിൽ ദൈവസന്നിധിയിൽ അടച്ച് ഇതുവരെ ആത്മനിറവിൻ്റെ ആരാധന ദൈവസഭയിൽ നടന്നുകൊണ്ടിരുന്നു. അഭിഷക്തൻ്റെ നേതൃത്വത്തിൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച ഈ ഉപവാസ പ്രാർത്ഥനയുടെ ഈ പകലിൽ ദൈവമക്കൾ ഒന്നിച്ച് കർത്താവിനെ ആരാധിച്ചു കൊണ്ടിരുന്നു. ആത്മസാന്നിധ്യം നമ്മുടെ നടുവിൽ ഇന്ന് പകലിൽ സ്വർഗം പകർന്നുകൊണ്ടിരുന്നു. തുടർന്നുള്ള ചില നിമിഷങ്ങൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാൻ പോകുന്നതിനാൽ എല്ലാ ദൈവമക്കളും അല്പനിമിഷങ്ങൾ അധരങ്ങളെ തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. നാം കേൾക്കാൻ പോകുന്ന ദൈവശബ്ദം ഒരു വലിയ വിടുതലായി ദൈവസഭയ്ക്ക്, ദേശത്തിന്, കുടുംബങ്ങൾക്ക്, നമ്മുടെ തലമുറയ്ക്ക് എല്ലാ നിലകളിലും ഒരു വലിയ വിടുതലായി കർത്താവ് മാറ്റുവാൻ ദൈവവചനത്തിൻ്റെ മുമ്പിൽ എല്ലാ മക്കളും ഈ പകൽ ചില നിമിഷങ്ങൾ ദൈവത്തിന് അധരം തുറന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മളെല്ലാവരും സ്തോത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ വിശുദ്ധ ബൈബിൾ തുറന്ന് ഒരു വാക്യം മുഖപരയായി വായിക്കും. മിഖാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. മിഖാ പ്രവാചകൻ്റെ പുസ്തകം 5-ാം അധ്യായം 2-ാമത്തെ വാക്യം. നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീയോ ബെത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നും ഉത്ഭവിച്ചു വരും. അടുത്ത വാക്കൂടെ. അവന്റെ ഉത്ഭവം പണ്ടേ ഉള്ളതും പുരാതനമായതും തന്നെ. എല്ലാ കണ്ണുകളും ഇന്ന് പകലടയ്ക്കാം. ഹല്ലേലൂയ. തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു നസ്രയ, തിരുമുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനെ ഞങ്ങൾ ഈ പകലിൽ ഉയർത്തുന്നു. ഇന്ന് പകലിൽ ദൈവസഭയിൽ നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിൽ ഇതുവരെയും ദൈവസാന്നിധ്യവും ദൈവസഭയിൽ പകർന്നുകൊണ്ടിരുന്നല്ലോ.
തുടർന്ന് ദൈവശബ്ദം ഞങ്ങളെ കേൾപ്പിക്കണമേ. ഞങ്ങളുടെ നാവിൻ്റെ തുമ്പിൽ ദൈവവചനം വെച്ചു തരണമേ. ഇന്ന് പകലിൽ തൻ്റെ മക്കളോട് ഈ ദൈവശബ്ദം കേൾക്കുമ്പോൾ അവരുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതൽ കർത്താവ് ഇന്ന് പകൽ ചെയ്യണം. വിശ്വാസ കുടുംബങ്ങളിൽ, തലമുറ ജീവിതത്തിൽ, ദേശത്ത്, സഭയ്ക്ക് വലിയ വിടുതൽ, ശുശ്രൂഷകർക്ക് വലിയ വിടുതൽ ഇന്ന് പകൽ സ്വർഗം ചെയ്യുന്നതിനാൽ ഞങ്ങളങ്ങെ വാഴ്ത്തുന്നു. യേശുവിൻ്റെ നാമത്തിൽ രോഗികളും ക്ഷീണിതരായിരിക്കുന്ന ദൈവമക്കളുടെ മേലും വലിയ വിടുതൽ ഞങ്ങൾ ഇന്ന് പകൽ പ്രതീക്ഷിക്കുന്നു. സ്വർഗത്തിലും ഭൂമിക്കും സകല അധികാരമുള്ള നസ്രയനായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചു ഞങ്ങൾ വിടുതൽ അവകാശമായി ആരംഭത്തിൽ ഞങ്ങൾ വിടുതൽ ഏറ്റെടുക്കുന്നു. ഇപ്പോൾ തന്നെ അധികാരത്തോടെ കൽപ്പിക്കുന്നു. ദേശത്തെ അടക്കി വാഴുന്ന, പട്ടണത്തെ അടക്കി വാഴുന്ന എൻ്റെ കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്: ദേശത്തിലെ ബലവാനെ പിടിച്ചു കെട്ടിയിട്ടല്ലാതെ അവൻ്റെ കോപ്പ് കവരുവാൻ കഴിയത്തില്ല. ഞങ്ങൾ ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് ചില ബലവാന്റെ ശക്തികളെ ഞങ്ങൾ ഒരുമിച്ചിന്ന് പകലിൽ അധികാരത്തോടെ പിടിച്ചു കെട്ടുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. അങ്ങനെ സംഭവിക്കട്ടെ. സ്വർഗം ഞങ്ങളുടെ നടുവിൽ ഇന്ന് പകൽ ഇറങ്ങി വന്ന് വൻ കാര്യങ്ങളെ ചെയ്യും. എല്ലാവരും തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസന്മാരെ കർത്തൃക്കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. കുടുംബമായി ഞങ്ങൾ ഒന്നിച്ചിന്ന് പകൽ ഈ പകൽ ശുശ്രൂഷിക്കുമ്പോൾ സാന്നിധ്യം ഞങ്ങളുടെ നടുവിൽ ഇന്ന് പകൽ പകരും. ഞങ്ങൾ വിശ്വസിക്കുന്നു നസ്രയ. അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ കേൾക്കണമേ പിതാവേ. ആമേൻ. നമ്മുടെ കരങ്ങൾ ഉയർത്തി ഒന്നിച്ച ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. കർത്താവ് എല്ലാവരെയും ഇന്ന് പകലിൽ അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ കർത്താവ് ഇടയാക്കിയത് ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. ഞാൻ കർത്താവിൽ ഏറ്റവും അധികമായി സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അനുഗ്രഹിതനായ കർത്തൃദാസനാണ് പാസ്റ്റർ ടി.എം. കോശി അവറുകൾ. കർത്താവിൻ്റെ ദാസനിരുന്ന എല്ലാ സഭകളിലും നിരവധി പ്രാവശ്യങ്ങളിൽ വർഷങ്ങളായി ചെന്ന് ശുശ്രൂഷിപ്പാൻ ദൈവം അവസരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. പാസ്റ്റർ ടി.എം. കോശി അവർക്കും കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ ഇന്ന് പകൽ അറിയിക്കുന്നു. ഞാൻ സ്നേഹിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസനാണ് പാസ്റ്റർ ജോബിൻ അവറുകൾ. വളരെ ദീർഘവർഷങ്ങളായി കുഞ്ഞിലെ അദ്ദേഹത്തെ എനിക്ക് ഒത്തിരി പരിചയമുണ്ട്. PMGയുടെ എല്ലാ സഭകളിലും അനവധി പ്രാവശ്യങ്ങൾ, എനിക്കൊന്നിന് കഴിഞ്ഞ വർഷം ഒരു രാത്രി മാത്രം സ്തോത്രം ഞാനിവിടെ വന്ന് പാസ്റ്റർ എം.എ. വർഗീസ് എന്നെ ക്ഷണിച്ചു. ഒരു മീറ്റിങ്ങിൽ രാത്രി സെക്ഷൻ വന്ന് പ്രസംഗിച്ചിട്ട് പെട്ടെന്ന് പോയി. പകൽ വരാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. PMGയുടെ എല്ലാ സഭകളിലും നിരവധി പ്രാവശ്യങ്ങൾ ശുശ്രൂഷിപ്പാനുള്ള അവസരങ്ങൾ ദൈവം നൽകിയിട്ടുണ്ട്. എൻ്റെ സുവിശേഷ പ്രഭാഷണത്തിൻ്റെ 39ാമത്തെ വർഷത്തിലാണ് നിൽക്കുന്നത്. ഇനി ഒരു 5 മാസം കഴിയുമ്പോൾ 40 വർഷം തികയും. കർത്താവിൻ്റെ മഹത്വമുള്ള ശുശ്രൂഷ ചെയ്യാൻ ദൈവം എന്നെ കർത്താവ് വിളിച്ചിട്ട് 17ാമത്തെ വയസ്സിൽ സഭയുടെ പാസ്റ്ററായി, സഭാ ശുശ്രൂഷകൻ, ഇടയ ശുശ്രൂഷ വഹിച്ചു. 17ാമത്തെ വയസ്സിൽ 19 വയസ്സ് തികഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. സ്തോത്രം ചെയ്യുന്നു. അന്നത്തെ കാലഘട്ടത്തൊക്കെ സഭാ ശുശ്രൂഷയൊക്കെ നമ്മൾ വഹിക്കണമെങ്കിൽ വിവാഹം കഴിഞ്ഞു കുടുംബമായിരുന്ന് കർത്താവിൻ്റെ വേല ചെയ്യണം. അങ്ങനെ ഒരു അപ്പോസ്തോലികപരമായ ഉപദേശത്തിൻ്റെ നിലകളിൽ അന്നും ഇന്നും ആ ഒരു തരത്തിൽ പോകുന്നത് കൊണ്ട് ആ സമയമായപ്പോൾ 19 വയസ്സ് തികഞ്ഞപ്പോൾ കല്യാണം കഴിഞ്ഞു. ഇന്ന് എന്നെക്കാലം തലയെടുപ്പുള്ള മക്കൾ, എന്നെക്കാലം ശക്തന്മാരായ പാസ്റ്റർ ജിവിൻ കോട്ടൂർ എൻ്റെ 2ാമത്തെ മകനാണ്. അവരൊക്കെ ശക്തന്മാരായ ശുശ്രൂഷകന്മാരായി കുടുംബത്തെ മുഴുവനും കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു സുവിശേഷ വേലയ്ക്കായി ഞങ്ങൾ സമർപ്പിക്കപ്പെട്ട് കർത്താവിൻ്റെ മഹത്വമുള്ള വേലകൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. കർത്താവ് എല്ലാവരെയും ഇന്ന് പകൽ അനുഗ്രഹിക്കട്ടെ. സന്തോഷമുണ്ട്. PMG ദൈവസഭയിൽ നിന്ന് ശുശ്രൂഷിക്കുന്നതിൽ വളരെ സന്തോഷവാനാണ് ഞാൻ. കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പ് ഒരു രാത്രി ഇവിടെ വന്ന് ശുശ്രൂഷിച്ച് കടന്നുപോയി. അന്ന് ഞാനൊരു വാക്യം ഇവിടെ വായിച്ചു: ദൈവം ഇനി എന്നെ ക്കുന്നുവെങ്കിൽ അതിനോട് ചേർന്ന് പറയാമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. സ്തോത്രം ചെയ്യുന്നു. എന്നെ കണ്ടിട്ടുണ്ടോ, വന്നെന്ന് വല്ല ഓർമ്മയുണ്ടോ? ഇല്ല, ഓർമ്മയില്ല. 100 കണക്കിന് പാസ്റ്റേഴ്സ് ഇവിടെ വരുന്നതല്ലേ. സ്തോത്രം ചെയ്യുന്നു. എന്തായാലും ഞാൻ അന്ന് വായിച്ച വാക്യമല്ല ഇന്ന് വായിച്ചത്. അന്ന് ഞാൻ വാഗ്ദത്തങ്ങളെക്കുറിച്ച് ചില നിമിഷങ്ങൾ ദൈവത്തിൻ്റെ വചനം സംസാരിച്ചു. ഇന്ന് നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും
ഇസ്രായേലിൻ്റെ അധിപതിയായിരിക്കുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. നീ ചെറുതായിരുന്നാലും നിന്നിലൂടെ ഉത്ഭവിച്ചു പുറത്തു വരുന്നത് ഒരു വലിയ അധിപതിയാണ്. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ് ആ പ്രവചന ദൂതുകൾ പഴയ നിയമത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത്. ഇസ്രായേലിൻ്റെ അധിപതിയായി എഴുന്നേറ്റ് വരുന്ന, നമ്മൾ ആ വാക്യം വായിച്ചപ്പോൾ അവൻ പുരാതന കാലത്ത് ഉള്ളവനെന്നാണ്. എന്ന് വെച്ചാൽ അനാദികാലം മുതൽ ദൈവത്തിൻ്റെ അനന്തതയുടെ അണിയറയിൽ പിതാവായ ദൈവം സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ഒരു നിധിയാണ് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ. അതിൻ്റെ കാലഘട്ടങ്ങൾ എത്തിയപ്പോൾ യേശുക്രിസ്തുവിനെ മഹാദൈവം നമ്മുടെ ഇടയിൽ ഈ ഭൂമിയിലോട്ട് കർത്താവ് അയച്ചു. യേശുക്രിസ്തുവിനെ ദൈവം ഭൂമിയിലേക്ക് അയക്കും മുമ്പായി പ്രവചനങ്ങൾ പിതാക്കന്മാരിലൂടെ കർത്താവ് പ്രവചനങ്ങൾ അവരെ ഉള്ളത്തിൽ കൊടുത്തു. അവരാദ്യമായി പ്രവചിച്ച പ്രവചനമാണ് യെശയ്യാവാണ് പ്രവചിച്ചത്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവൻ്റെ തോളിയിരിക്കുന്നു, അവൻ അത്ഭുത മന്ത്രി, അവൻ വീരനാം ദൈവം, അവൻ നിത്യപിതാവ്, അവൻ സമാധാന പ്രഭു, പുരാതനായ ദൈവം, അനാദികാലം മുതൽ അനന്തതയുടെ അണിയറയിൽ പിതാവായ ദൈവം നമുക്ക് വേണ്ടി സൂക്ഷിച്ചു വച്ച നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിലോട്ട് വാഗ്ദത്ത പ്രകാരം മഹാദൈവം അയച്ചു. എന്ന് വെച്ചാൽ ഇത്രയും മഹോന്നതനായ നമ്മുടെ കർത്താവ്, ഇത്രയും മഹാനായ നമ്മുടെ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ഏറ്റവും ചെറുതായിരിക്കുന്ന, സ്തോത്രം ചെയ്യുന്നു, നീ ഏറ്റവും ചെറുതായിരിക്കുന്ന ഗോത്രത്തിനകത്ത് ഈ മഹാനായ കർത്താവ് സ്തോത്രം ചെയ്യുന്നു. ജനനമെടുത്ത് പുറത്തു വന്നുവെങ്കിൽ ഞാൻ ആത്മാവിൽ ദൈവസഭയോട് ഇന്ന് പകലിൽ ഒരു ദൂത് കൈമാറാൻ ആഗ്രഹിക്കുന്നു. ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ കൂടാരത്തിനകത്ത്, കുടുംബത്തിനകത്ത് ദൈവം ചില ജനനങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെ കുലവും നമ്മുടെ ഗോത്രവും നമ്മുടെ പാരമ്പര്യവും കുടുംബത്തിൻ്റെ മഹിമയും കണ്ടിട്ടല്ല. ഏതൊരു കുടുംബ മഹിമയില്ലാത്തവരെ കുടുംബത്തിനകത്ത് ചില വലിയ അധിപതികളെ ദൈവം നമ്മുടെ തലമുറകളെ കർത്താവ് എഴുന്നേൽപ്പിക്കും എന്ന് വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഈ പകൽക്കാരങ്ങൾ അടിച്ച് ഹല്ലേലൂയ, ഹല്ലേലൂയ. അധിപതികൾ എഴുന്നേൽക്കട്ടെ. നമ്മുടെ കുടുംബത്തിനകത്ത് ചില തലമുറകൾ അന്ത്യകാലഘട്ടത്ത് പുറത്തു വരട്ടെ. ഈ ഉപവാസ പ്രാർത്ഥനയിലൂടെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാര് ഈ ദൈവസഭയ്ക്കകത്തിരിക്കുന്നു. അവരെ തലമുറകളെ ദൈവാത്മാവ് പുറത്തെടുക്കട്ടെ. ഗ്ലോറി, 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 ഗ്ലോറി. അങ്ങനെ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ. സ്തോത്രം. നീയോ ബെത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എൻ്റെ ദൈവം ആരെല്ലാം എവിടെ നിന്നെല്ലാം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ, വലുതും വിശാലതുമായ ഇടത്ത് നിന്നല്ല ദൈവം ചിലരെ ധരിപ്പിക്കുന്നത്. ദൈവം എവിടെ നിന്നെല്ലാം ആരെയെല്ലാം എഴുന്നേൽപ്പിച്ചിട്ടുണ്ടോ ചെറുതായിരിക്കുന്ന സ്ഥലത്ത് നിന്ന് ദൈവം ചില വലുതിനെ എഴുന്നേൽപ്പിക്കും. എത്ര മക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഒരിക്കൽ മഹാദൈവം ജോഷുവയോട് പറഞ്ഞൊരു പദം ഇങ്ങനെയാണ്. ജോഷുവയുടെ പുസ്തകം 6-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ജോഷുവയോട് ദൈവം പറഞ്ഞൊരു സ്തോത്രം, ഒരു ദൂതുണ്ട്. ഒന്ന് വായിച്ചാട്ടെ. യഹോവ ജോഷുവയോട് കൽപ്പിച്ചത് ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാവിനെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു. കരമയെടുത്ത് സ്തോത്രം പറയാം. പോരാ, ഇങ്ങനെ സ്തോത്രം പറഞ്ഞാൽ പറ്റത്തില്ല. ശക്തിയോട് കണ്ടോ, യഹോവ ജോഷുവയോട് പറഞ്ഞത്, ഞാൻ യെരിഹോവിനെയും അതിന്റെ രാജാക്കന്മാരെയും യുദ്ധവീരന്മാരെയും നിന്റെ കയ്യിൽ തരും.
ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് എത്ര മക്കൾ വിശ്വസിക്കുന്നു? നിങ്ങളും ഞാനും ഇരിക്കുന്ന ഒരു സാധാരണ സ്ഥലത്തല്ല, തിരുവനന്തപുരത്തിൻ്റെ ചങ്കത്ത. മനസ്സിലായില്ല? തിരുവനന്തപുരത്തിൻ്റെ ചങ്കത്ത പാളയം സഭ സ്ഥിതി ചെയ്യുന്നത്. സ്വോത്രം. അപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ ചങ്കത്ത് പറയുമ്പോൾ തിരുവനന്തപുരത്തെ അടക്കി വാഴുന്ന ചില ദേശത്തിൻ്റെ അധിപതി ശക്തികളുണ്ട്. അതിൻ്റെ നടുവിലാണ് ദൈവം നമ്മളെ പാർപ്പിച്ചിരിക്കുന്നത്. ആ ശക്തികളൊക്കെ തകരണമെങ്കിൽ ഇതിനകത്തിരിക്കുന്ന ദൈവമക്കളുടെ കയ്യിൽ ദൈവം അവരെ ഏൽപ്പിക്കുന്നത്. നമ്മുടെ കുടുംബ മഹിമ നോക്കിയിട്ടല്ല, ആരെല്ലാം പ്രാർത്ഥിക്കുവാൻ തയ്യാറാകുന്നുവോ അവരെ കയ്യിൽ ഇന്നു വരെ ദൈവം ഏൽപ്പിച്ചിട്ടില്ലാത്ത ചിലതിനെ കർത്താവ് ഏൽപ്പിക്കാൻ പോകുന്നു. തിരുവനന്തപുരത്തെ അടക്കി വാഴുന്ന ചില പൈശാചിക വ്യാപാര ശക്തികളെ ഇതിനകത്തിരിക്കുന്ന ദൈവജനത്തിന്റെ പ്രാർത്ഥനയിലൂടെ സ്വർഗം അവരെ പുറത്തെടുക്കാൻ പോകുകയാണ്. ഹല്ലേലൂയ. വിശ്വസിക്കുന്നുണ്ടോ? ദൈവം നമ്മുടെ കയ്യിൽ രാജാക്കന്മാരെ തരും. ആരെ തരും? രാജാക്കന്മാരെ തരും, നേതാക്കന്മാരെ തരും. അവരെ അടക്കി വാഴുന്ന ദേശത്തിന്റെ അധിപതികളെയും തകർക്കാന്റെ കൃപ ദൈവം നമുക്ക് നൽകി തരും. ഈ ജോഷുവായോട് ദൈവം ഈ കാര്യം പറയുമ്പോൾ അവന്റെ കുലമഹിമ കണ്ടിട്ടല്ല ദൈവം പറഞ്ഞത്, ഞാൻ രാജാക്കന്മാരെ നിന്റെ കൈ തരാമെന്ന്. പക്ഷെ അടുത്തൊരു കാര്യം പറഞ്ഞു, തരാം, ഒരു കാര്യം ചെയ്യണം. എന്നാ ചെയ്യണം എന്നറിയാമോ? എന്നാ ചെയ്യണം? എന്ത് ചെയ്യണം? ഒന്ന് ചുറ്റണം. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. എന്ത് ചെയ്യണം? ഒന്നല്ല 13 പ്രാവശ്യം ചുറ്റണം. എത്ര പ്രാവശ്യം? ആദ്യം 6 പ്രാവശ്യം ചുറ്റണം. 6 പ്രാവശ്യം ചുറ്റിയിട്ട് 7ാമത്തെ പ്രാവശ്യം 7 പ്രാവശ്യം ചുറ്റണം. അപ്പോൾ എത്ര ആയി? 13 അല്ലേ? ഈ അങ്ങനെ ചുറ്റാൻ വേണ്ടി ദൈവം യോശുവോട് പറയുമ്പോൾ ആർക്കും ചുറ്റിക്കറങ്ങേണ്ട ഒരു മതിലല്ല യെരിഹോ മതിൽ. അതിൻ്റെ മുമ്പ് കൊണ്ട് നിർത്തിയിട്ട് അതിനെക്കുറിച്ച് ശരിക്കും അറിയാമെന്നുള്ള ജോഷുവയോട് ദൈവം പറഞ്ഞു, നീയും ജനവുമായി ഇത് മുഴുവനും ചുറ്റിക്കറങ്ങണമെന്ന് ദൈവം അവനോട് പറയുമ്പോൾ സ്വതന്ത്രം ചെയ്യുന്നു. ഹൃദയത്തിനകത്തൊരു മടിയെ കൊണ്ട് കാര്യം അങ്ങനെ പെട്ടെന്ന് ചുറ്റിക്കറങ്ങണം. ഒരു പ്രാവശ്യം അവനെ കറങ്ങിയിട്ട് വരാം. 21 സുവാസ പ്രാർത്ഥന വയ്ക്കും. 21 ദിവസം നിങ്ങൾ ഉപവസിക്കണമെന്ന് പറയുമ്പം 12 മണിയാകുമ്പോൾ നമ്മൾ വിറയ്ക്കുന്നവരാ. ഒരു അലയിൽ പറഞ്ഞാട്ടെ, എന്താ സ്വോത്രം ഇല്ലാത്തത്? 12 മണിയൊക്കെ ആകുമ്പോൾ വിറയ്ക്കുന്നവരാ. കാര്യം എല്ലാവർക്കും ഷുഗറും, ചിലപ്പോൾ ഷുഗർ ഡിമ്മാവും. ചിലയിടത്തൊക്കെ ഞങ്ങളുടെ ചർച്ചിലൊക്കെ ഇവിടെ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല, ഞായറാഴ്ച സവായം കഴിഞ്ഞ് 12:30 മണിക്ക് കസേരയൊക്കെ പറയ്ക്ക് അടുക്കുമ്പം കസേരയുടെ കീഴെ കാണും ചോക്ലേറ്റ് മുട്ടായരുടെ കവർ. അല്ലേല് പറഞ്ഞാട്ടെ, ഷുഗർ കുറയുമ്പം ബാഗ് തുറക്കുക, അവരങ്ങ് തിന്നി ഞങ്ങൾ പ്രസംഗം. ഒരു സ്വോത്രം പറ. എന്തിനെന്നറിയാം? എന്താ കാര്യം? ഷുഗർ കുറയുമ്പോഴാണ്. അങ്ങനെ ഉള്ളവരോട് 13 പ്രാവശ്യങ്ങളൊക്കെ കറങ്ങാൻ പറഞ്ഞു കഴിഞ്ഞ് എത്ര പേരെ കറങ്ങുമെന്ന് എനിക്കറിയത്തില്ല. സ്വോത്രം ചെയ്യുന്നു. പക്ഷെ ഒരു കാര്യം ചെയ്യാം, ഒരിക്കലും ഇടിയാൻ ചാൻസ് ഇല്ലാത്ത ചിലതിനെ ഇടിക്കുവാൻ കരുത്തനായവൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പക്ഷെ നമ്മൾ ചുറ്റാൻ തയ്യാറാണെങ്കിൽ, വിശ്വസിക്കുന്ന മക്കൾ ഇന്ന് പകൽ ഇതിനകത്ത് ഈ ദൂത് ഏറ്റെടുത്ത് സ്തോത്രം ചെയ്യാൻ തയ്യാറായ, എനിക്കും നിങ്ങൾക്കും എതിരായി ശത്രു ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന ചില വമ്പം മതിലുകൾ ഇന്ന് പകലിൽ അത് തകരാൻ പോകുകയാണ്, അത് അസ്തമിക്കാൻ പോകുകയാണ്. നമ്മുടെ അനുഗ്രഹങ്ങൾക്ക്, നമ്മുടെ ഉയർച്ചകൾക്ക്, നമ്മുടെ വിടുതലുകൾക്ക് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ വളർച്ചകൾക്ക്, നമ്മുടെ ജീവിതത്തിന്റെ വളർച്ചകൾക്കെതിരായി പിശാച് ഉയർത്തിപ്പിടിച്ചു വച്ചിരിക്കുന്ന ചില വമ്പ മതിലുകൾ ഈ പ്രാർത്ഥനയ്ക്കകത്ത് ദൈവം തകർക്കാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. കരങ്ങൾ അടിച്ചു ദൈവത്തിന് സ്തോത്രം ചെയ്തു. ഇതുവരെ തകരാത്ത ചില ശക്തികൾ ദൈവാത്മാവ് തകർക്കാൻ പോകുന്നു. ചില മാരക രോഗങ്ങൾ, കാലപ്പഴക്കം ചെന്ന ചില പൈശാചിക വ്യാപാരങ്ങൾ ഇന്ന് പകലില് ആരാധന വിട്ട്, ദൈവസഭ വിട്ട്, വിശ്വാസ കുടുംബം വിട്ട് കരമടിച്ചു ദൂതേറ്റെടുത്തു. അങ്ങനെ സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ, സംഭവിക്കട്ടെ.
ഓ രക്തം ചെയ്യാം, രക്തം ചെയ്യാം, രക്തം ചെയ്യാം. ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ കാണുന്നുണ്ട്. പിശാച് ഉയർത്തിപ്പിടിച്ചിരിക്കുന്ന മാറാനാഥ ദൈവസഭയ്ക്ക് വേണ്ടി, അവിടെ ആരാധിക്കപ്പെടുന്ന കുടുംബങ്ങൾക്ക് വേണ്ടി പിശാച് ഉയർത്തിപ്പണിതിരിക്കുന്ന ചില മതിലുകള് ഈ പകലില് ആരാധിക്കുന്ന ദൈവജനത്തിന്റെ മുമ്പില് അത് അസ്തമിക്കുന്ന പകല്. ഗ്ലോറി 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 ഗ്ലോറി. വിശ്വസിക്കുന്ന മക്കൾ കരം ഉയർത്തി ചേർന്ന് കർത്താവിനെ ഒന്നിച്ച് സ്തോത്രം ചെയ്യാം. കണ്ടോ ദൈവം പറഞ്ഞ പദം. ജോഷുവായ്ക്ക് ഒരു പക്ഷേ മതിലിൻ്റെ വലിപ്പവും മതിലിൻ്റെ പൊക്കവും മതിലിൻ്റെ വിശാലതയും ജോഷുവ കാണുമ്പോൾ ഒരു പക്ഷേ ഇത്രയും വലിപ്പമുള്ള ഈ മതിലിൻ്റെ ചുറ്റിലും കറങ്ങണം എന്ന് പറയുന്നത് ഞങ്ങൾക്കല്പ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു പക്ഷേ ജോഷുവ ദൈവം പറയുമ്പോൾ കേൾക്കും, ബാക്കി ആൾക്കാർ തൻ്റെ കൂടെ കറങ്ങുമെന്ന് പുള്ളിക്ക് സംശയമുണ്ട്. അത് ഇസ്രായേൽ മക്കളല്ലേ, സ്വതന്ത്രം ചെയ്യുന്നു. മോശയോട് ദൈവം പറഞ്ഞ പല കാര്യങ്ങൾ മോശ കേട്ടു, പക്ഷെ മോശ പറഞ്ഞ കാര്യങ്ങൾ ജനം കേട്ടില്ല. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, അത് ജോഷുവയ്ക്ക് അറിയാം. ജോഷുവ കൂടെ നിന്ന ആളല്ലേ. സ്വതന്ത്രം മോശ പറഞ്ഞ കാര്യങ്ങൾ ഇസ്രായേൽ മക്കൾ കേൾക്കാതെ വന്നപ്പോൾ അവർക്ക് ഒരുപാട് പരാജയം സംഭവിച്ചു. അപ്പം ഇനി ജോഷയ്ക്ക് സംശയമുണ്ട്, എൻ്റെ പിതാവായിരിക്കുന്ന മോശ പോലും പറഞ്ഞ കാര്യങ്ങൾ ജനം കേട്ടില്ല. ആ ജനത്തോട് ഈ മതിൽ 7 പ്രാവശ്യം 13 പ്രാവശ്യം ഇങ്ങനെ ചുറ്റണമെന്ന് പറഞ്ഞാൽ ആരെന്നോടൊപ്പം നിന്ന് കറങ്ങും, എന്നോടൊപ്പം ആര് നിൽക്കുമെന്നൊന്നും ജോഷുവായ്ക്ക് സ്തോത്രം ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ദൈവം എന്താണ് ജോഷുവോട് പറഞ്ഞാൽ പറഞ്ഞതുപോലെ അവൻ ചെയ്യാൻ തയ്യാറാണ്. മറ്റാര് ചെയ്യുന്നോ ഇല്ല എന്നല്ല അവന്റെ നോട്ടം. അടുത്തിരിക്കുന്ന ആൾക്കാർ കൈയടിക്കുന്നുവോ, അവർ സ്തോത്രം പറയുന്നുവോ, അവർ സ്തുതിക്കുന്നുവോ, അവർ പ്രാർത്ഥിക്കുന്നുവോ, അതല്ല എൻ്റെ പ്രത്യേകത. ഞാൻ എന്ത് ചെയ്യുന്നു? എത്ര മക്കൾ വിശ്വസിക്കുന്നുണ്ട്? ഞാൻ അത് ചെയ്യാൻ തയ്യാറാ, ഞാൻ കറങ്ങാൻ തയ്യാറാ, ഞാൻ ചുറ്റാൻ തയ്യാറാ. ഞാൻ ചുറ്റി കറങ്ങിയാൽ ചിലരൊക്കെ തകരാൻ പോകുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥനയ്ക്കകത്ത് യേശുവിന്റെ നാമത്തിൽ ചിലത് തകരാൻ പോകുകയാ. ചില വിടുതലൊക്കെ നമ്മുടെ ജീവിതത്തിനകത്ത് പകരണമെങ്കിൽ ഒന്ന് ദൈവം പറയും പോലെ കേൾക്കണം. ചുറ്റാനും കറങ്ങാനും തയ്യാറാകണം. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ, കറങ്ങുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം ജീവിതത്തിനകത്ത് ചില വിടുതലകളൊക്കെ പ്രാപിക്കണമെങ്കിൽ നമ്മൾ അല്പം കറങ്ങേണ്ടി വരും, ചുറ്റേണ്ടി വരും. അതിന് നമ്മൾ തയ്യാറാണെങ്കിൽ സ്തോത്രം ചെയ്യുന്നു. ഇടിയാൻ ചാൻസ് ഇല്ലാത്തത് ഇടിഞ്ഞു വീഴും. സ്തോത്രം ചെയ്യുന്നു. വിടുതൽ ലഭിക്കൂല എന്ന് പിശാച് മുദ്ര കുത്തിയിരിക്കുന്നതിനകത്ത് വിടുതൽ സംഭവിക്കും. ഇതിനകത്ത് പ്രായവും പക്വതയുമുള്ള പിതാക്കന്മാർ ഇതിനകത്തിരിപ്പുണ്ട്, മാതാക്കന്മാരുണ്ട്. അവരോട് എനിക്കിന്ന് പകൽ ദൂത് പറയേണ്ടത്, സ്തോത്രം ചെയ്യുന്നു, നിങ്ങളുടെ കണ്ണുകൾ അടയും മുമ്പായി നിങ്ങളുടെ കുടുംബത്തിനകത്ത് നിന്ന് ചിലതിനെയൊക്കെ ദൈവത്തിൻ്റെ പുറത്തെടുക്കാൻ കഴിയും. നാളുകളായി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, നാളുകളായി നിങ്ങൾ യാചിച്ചു കൊണ്ടിരിക്കുന്ന ആ വിഷയത്തിൻ്റെ നടുവിനകത്ത് എൻ്റെ ദൈവത്തിന് ചെയ്യാൻ കഴിയും. ഒരിക്കലും ഇടിയൂല എന്ന് പറയുന്നത് നമ്മുടെ കാൽ കീഴിൽ താണുപോകും. കരമടിച്ച് അന്യഭാഷയിൽ ആരാധിക്കൂ. കരമടിച്ചു. ഇതിനകത്ത് പിശാച് സ്വന്തം ഉയർത്തി പണിതിരിക്കുന്ന ചില വമ്പം മതിലുകളെ ദൈവത്തിന്റെ ആത്മാവിന്ന് പകലിൽ ഇടിക്കുവാൻ ദൈവത്തിന് കഴിയും. സംഭവിക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ. ഇടിയൂല എന്ന് ചിന്തിച്ച മതിൽ ദൈവം പറഞ്ഞതുപോലെ 13 പ്രാവശ്യം ജോഷുവായും കൂടെയുള്ള പുരോഹിതന്മാരും അതിൻ്റെ ചുറ്റിലും കറങ്ങി. 7 പ്രാവശ്യമൊക്കെ ഈ മതിൽ ചുറ്റി വരണമെങ്കിൽ സ്വത്രം 2.5 മണിക്കൂറൊക്കെ വന്നിവിടെ ഇരിക്കുന്നതിൽ നമ്മൾ പെടുന്ന പാടാ. ഒരു സ്വത്രം പറഞ്ഞാട്ടെ, 2.5 മണിക്കൂർ അല്ലേ? 2.5 മണിക്കൂറൊക്കെ ദൈവസന്നി വരുന്നത്. ചിലപ്പോഴൊക്കെ വരുമ്പോൾ 11:45 ആവും. സ്വത്രം പറഞ്ഞാട്ടെ. എന്താ സ്വത്രം പറയാത്തത്?
ഞാനൊരു സഭയുടെ ഇടയനാണ്, സ്വോത്രം ചെയ്യുന്നു. ഈ ഞങ്ങൾ ഈ ഇടയെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർക്ക് വിശ്വാസികളുടെ പൾസ് അറിയാം. ജനത്തിൻ്റെ പൾസ് നോക്കിയാണ് ഞങ്ങൾ ശുശ്രൂഷിക്കുന്നത്. ഒരു അല്ലേല് പറഞ്ഞാട്ടെ, സ്വോത്രം ചെയ്യുന്നു. അതെ, ഞാൻ എൻ്റെ ഈ ശുശ്രൂഷയ്ക്ക് അല്പം തിരക്കിട്ട് ശുശ്രൂഷിക്കാൻ തുടങ്ങിയപ്പോഴേ ഒരുപാട് പ്രവാചകന്മാർ പറഞ്ഞു, പാസ്റ്ററെ സഭാ ശുശ്രൂഷ വിട്ടിട്ട് പൊതു ശുശ്രൂഷയ്ക്ക് വേണ്ടി പോകാൻ വേണ്ടി ഒരുപാട് പേര് പ്രവചനം പറഞ്ഞു. കാര്യം സഭയിൽ കിട്ടാത്തത് കൊണ്ട്, സ്വോത്രം ചെയ്യുന്നു, എൻ്റെ ചർച്ചിൽ ഞാൻ നിൽക്കാൻ കഴിയാത്തത് കൊണ്ടൊക്കെ അവരിങ്ങനെ പറഞ്ഞു. പക്ഷേ എനിക്കൊരു കാര്യം അറിയാം, ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് സഭയുടെ ഇടയ ശുശ്രൂഷ വഹിച്ചുകൊണ്ട് ആണ് ദൈവം വിളിച്ചിരിക്കുന്നത്. സ്വോത്രം. ആ റൂട്ടൊക്കെ മാറ്റിവിടെ ആര് നോക്കിയാലും നടക്കത്തില്ല. കാര്യം എന്നറിയാമോ, ഇടയ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ, സ്വോത്രം ചെയ്യുന്നു. അത് വഹിച്ചുകൊണ്ട് ആ ദൈവജനത്തിൻ്റെ ഹൃദയത്തിൻ്റെ അകത്തളത്തിൽ അവർ അനുഭവിക്കുന്ന നിരാശകളും വേദനകളും അത് നമ്മൾ ഇങ്ങോട്ട് വഹിച്ചുകൊണ്ട് ശുശ്രൂഷിക്കണമെങ്കിൽ അതിന് നമുക്കൊരു ആത്മദാഹം വേണം. ഒന്ന് കരമുയർത്തി സ്തോത്രം ചെയ്യാമോ? സ്തോത്രം. ഞാനിവിടെ നിൽക്കുന്നത് അഭിഷക്തന്മാർ ആത്മദാഹത്തോടെ നിങ്ങളെ മുമ്പിൽ നിൽക്കുന്നത് പോലെ 1-1.5 മണിക്കൂർ വന്ന് പ്രസംഗിച്ചിട്ട് പോകുന്ന ഒരു ദൈവദാസനായിട്ടല്ല ഞാൻ ഇവിടെ നിൽക്കുന്നത്. അവരെ പോലെ ആത്മദാഹത്തോടെ ഞാൻ ഇവിടെ നിന്ന് ദൂതുകൾ പറയുമ്പോൾ എനിക്കറിയാം ഇതിനകത്തു ദൈവം ചെയ്യാൻ പോകുന്ന വിടുതലെന്ന് പറയുന്നത് കാലപ്പഴക്കങ്ങൾ ചെന്നിരിക്കുന്ന ചില പോരിൻ്റെ ശക്തികളെ, ചില രോഗബന്ധനങ്ങളെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് പകൽ ദൈവസഭയ്ക്കകത്തു നിന്ന് അഴിക്കുവാൻ ദൈവത്തിന് കഴിയും. ആമേൻ. സ്തോത്രം. നോക്കൂ, ഒന്ന് ജോഷുവ പറഞ്ഞതുപോലെ ജനം യെരിഹോവിൻ്റെ ചുറ്റിലും 13 പ്രാവശ്യം അവർ കറങ്ങി. സ്തോത്രം ചെയ്യുന്നു. ആദ്യം 6, പിന്നെ എത്ര? 7 പ്രാവശ്യം. ഈ 7ാമത്തെ പ്രാവശ്യം അവർ ചുറ്റിക്കറങ്ങുമ്പോൾ അവർ കണ്ട കാഴ്ച, ഒരിക്കലും ഞങ്ങളുടെ മുമ്പിൽ തകരൂല എന്ന് പറഞ്ഞ യെരിഹോ മതിൽ അവരുടെ കാൽ കീഴിൽ സ്തോത്രം നിലം പരിചയായി. സ്തോത്രം ചെയ്യുന്നു. എത്ര മക്കൾ ഇന്ന് പകൽ വിശ്വസിക്കുന്നുണ്ട്, നമ്മളൊന്ന് കറങ്ങാൻ തയ്യാറായാൽ, നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, നമ്മൾ ഉപവസിക്കാൻ തയ്യാറായാൽ, നമ്മൾ കരയാൻ തയ്യാറായാൽ, ഈ ദേശത്തെ അടക്കി വാഴുന്ന ചില ശക്തികൾ ഒരിക്കലും തകരൂല എന്ന് പിശാച് വാദിച്ചു കൊണ്ടിരിക്കുന്ന ചിലരൊക്കെ ഇന്ന് പകലിൽ തകരാൻ തുടങ്ങും. ഹല്ലേലൂയ. ജോഷുവയുടെ കയ്യിൽ ദൈവം യെരിഹോവിനെ ഏൽപ്പിച്ചു. രാജാക്കന്മാരെ കൊടുത്തു. രാജാക്കന്മാരെ. എന്താ കാരണം? രാജാക്കന്മാരെ കൊടുക്കുവാൻ ഒരിക്കലും ജോഷുവയുടെ ചരിത്രം പഠിച്ചാൽ പുള്ളി യോഗ്യനല്ല. ജോഷുവയുടെ ഗോത്രമൊക്കെ നോക്കിയാൽ എഫ്രൈം ഗോത്രക്കാരനാണ്. ഏത് ഗോത്രക്കാരൻ? എഫ്രൈം. ആ ഗോത്രത്തിൽ നിന്ന് വന്നതാണ് ജോഷുവ. ആ ഗോത്രക്കാരനായ ജോഷുവയുടെ കയ്യിൽ ആ യെരിഹോവിനെയും അവിടുത്തെ രാജാക്കന്മാരെ, പിച്ചക്കാരനല്ല കൊടുത്തു. സ്വോത്രം പറഞ്ഞാട്ടെ, രാജാക്കന്മാരെ കൊടുത്തു. രാജാക്കന്മാരെ ദൈവം അവൻ്റെ കൈ കൊടുക്കണമെങ്കിൽ അവൻ്റെ ഗോത്രവും അവൻ്റെ കുലവും അവൻ്റെ മഹിമയും അവൻ്റെ ജാതിയും അവൻ്റെ കളറും അവൻ്റെ മസിൽ പവറും ഒന്നും കണ്ടിട്ടല്ല ദൈവം കൊടുത്തത്. സ്തോത്രം ചെയ്യുന്നു. ഒരു ചെറുതായിരിക്കുന്ന ഗോത്രത്തിൽ നിന്നും, ആർക്കും വേണ്ടാത്ത ഗോത്രത്തിൽ നിന്നും ഒരു ജോഷുവായ ദൈവം വിളിച്ചിട്ട് അവൻ രാജാക്കന്മാർ അവൻ്റെ കൈ കൊടുത്തിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകലിൽ ആത്മാവിൽ ഞാൻ പ്രവചിക്കുന്നു, ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയാൽ ഉണ്ടല്ലോ, നിങ്ങൾ ഇന്ന് വരെ കാണാത്ത ചില ദൈവ പ്രവർത്തികള് നമ്മുടെ സഭയ്ക്കകത്തും നമ്മുടെ ദേശത്തും ദൈവം ചെയ്യാം. സ്വോത്രം ഒന്ന് കരം ഉയർത്തി സ്വോത്രം ചെയ്യാമോ? പ്രാർത്ഥിക്കുന്ന ഒരാൾ, കറങ്ങുന്ന ഒരാൾ മതി. സ്വോത്രം ചെയ്യും. സ്തോത്രം. അങ്ങനത്തെ ഒരു വലിയ പുരോഗതിനായി സഭ നടത്തുമ്പോഴാണ് ഞാനും ജനിക്കുന്നത്. ഞാൻ ജനിക്കുമ്പോഴൊക്കെ സ്തോത്രം ചെയ്യുന്നു, അപ്പനും അമ്മയൊക്കെ 6ാമത്തെ മകനായി ജനിച്ചപ്പോൾ അപ്പനും അമ്മയുടെയും പ്രാർത്ഥന ഈ മകനെ ഒരു സ്തോത്രം പുരോഗതിനാക്കണം. അപ്പച്ചൻ്റെ കണ്ണടയും മുമ്പേ ആ സഭയുടെ ഒരു പുരോഗതിനാക്കി എന്നെ പഠിപ്പിച്ചു വളർത്തി. സ്തോത്രം. സെമിനാരിൽ വിട്ട് അങ്കിയും പട്ടവും കിട്ടി. ഞാൻ അങ്കിയൊക്കെ കൊടുത്തു. നടുക്കൊരു കെട്ടും കെട്ടി നിൽക്കുന്ന എൻ്റെ അപ്പൻ്റെ കാണണം. സ്തോത്രം പറഞ്ഞാട്ടെ. അതാണ് അപ്പച്ചൻ്റെ. ഞാൻ പിന്നെ അറിവായപ്പോഴും പ്രാർത്ഥന ഇതാണ്,
ദൈവമേ ഇവന് ജോലി പഠിക്കുമ്പം ഇവന് ഗവൺമെൻറ് ഉദ്യോഗം കൊടുക്കല്. സ്വത്രം പറഞ്ഞാട്ടെ. ഏതെങ്കിലും അപ്പനും അമ്മയും ഗവൺമെൻറ് ഉദ്യോഗം തരലെന്ന് പ്രാർത്ഥിക്കുമോ? നിങ്ങൾ പ്രാർത്ഥിക്കുമോ? സുവിശേഷ വേലയ്ക്ക് വിളി ഉണ്ടെങ്കിൽ പോലും ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന മാതാപിതാക്കന്മാർ ഇതിനകത്തുണ്ട്. അല്ലെങ്കിൽ പറഞ്ഞാട്ടെ, കാരണം സ്വത്ര ദാരിദ്ര്യം വന്നാണ്ട വേലയ്ക്ക് വിളി ഉണ്ടെങ്കിലും അവരോട് ദൈവം ഡയറക്ടർ വന്ന് നിൻ്റെ മോനെ കർത്താവിന് വേലയ്ക്ക് വിടാൻ പറഞ്ഞാലും ഗവൺമെൻറ് ജോലിക്ക് വിടുന്ന ആൾക്കാരില്ലേ ഉള്ളൂ. അപ്പം എൻ്റെ അപ്പനും അമ്മയും പ്രാർത്ഥിച്ചു, ഞാൻ കേൾക്കുകയും പ്രാർത്ഥിച്ചു, ഇവനൊരു ജോലി കൊടുക്കല്ലേ എന്ന്. കാര്യം അവൻ അപ്പൻ്റെ അമ്മയുടെ ആഗ്രഹം തോന്നുന്നു, ആരാവണം? പുരോഹിതനാകണം. ഇതാണ് അപ്പൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ഡെയിലി പ്രാർത്ഥിക്കും. എന്നിട്ട് ഏതെങ്കിലും പാസ്റ്റർമാരൊക്കെ പ്രാർത്ഥിക്കാൻ വന്നാൽ അവർ നേർച്ച കാണിക്ക് കൊടുക്കും, ഞാൻ കാണാതെ. എന്നറിയാമോ? ഇവന് ജോലി കിട്ടില്ലെന്ന് പ്രാർത്ഥിക്കാൻ. സ്വത്രം പറഞ്ഞാട്ടെ. പാസ്റ്റർമാർക്ക് സ്വത്രക്കാഴ്ചയും കൊടുത്തിട്ട് എന്തോന്ന് കിട്ടില്ലെന്ന്, ജോലി കിട്ടില്ലെന്ന്. എന്നിട്ട് എൻ്റെ കയ്യിലും തരും, നീയും കൊടുറാ പാസ്റ്റർമാർക്കൊന്ന് തരും കൊടുക്കുന്നറിയാം. എനിക്ക് ജോലി കിട്ടാതിരിക്കാൻ വേണ്ടി ഞാനും കൊടുക്കണം, ഞാൻ അറിയില്ലല്ലോ. സ്വത്രം പറഞ്ഞാട്ടെ. കണ്ടോ, അവരുടെ ഹൃദയത്തിന് ആഗ്രഹം തോന്നുന്നു, അപ്പം മരിക്കുന്നപ്പോൾ ഞാൻ ആരാകണം? പുരോഹിതനാകണം. ഇതാണ് ആഗ്രഹം. പക്ഷെ അവരങ്ങനെ ആഗ്രഹിച്ചു വന്നു. ആഗ്രഹിച്ചു വന്ന് അറിവായപ്പോൾ ഞാൻ പെന്തിക്കോസിൻ്റെ പാസ്റ്ററായി. സ്വത്രം പറഞ്ഞാട്ടെ. അല്ലേ, പെന്തിക്കോസിൻ്റെ പാസ്റ്ററാകാൻ വേണ്ടിയല്ല അപ്പച്ചന് പ്രാർത്ഥിച്ചതും കാണിക്ക കൊടുത്തതും. ഏത് പാസ്റ്ററാകാൻ? പെന്തക്കോസിൻ്റെ പാസ്റ്ററായെന്ന് കേട്ടപ്പോൾ 4 വർഷം വീട്ടിൽ കയറ്റിയില്ല. 4 വർഷം വീട്ടിൽ കയറ്റിയില്ല. 6ാമത്തെ ആളല്ലേ. 40 വർഷങ്ങൾക്ക് മുമ്പ് എന്ന് പറയുമ്പോൾ അന്നത്തെ അപ്പച്ചനും അമ്മച്ചിയും പിതാക്കന്മാരായ പാസ്റ്റർമാരൊക്കെ ഇതേപോലെ ജനമുള്ളതൊന്നുമല്ല. 6, 7 വിശ്വാസികളെയും വെച്ചുകൊണ്ട് ചെറിയ ചെറ്റപ്പൊരിക്കാത്തിരിക്കുന്ന ആൾക്കാരല്ലേ, ഓലപ്പൊരിക്കാത്തിരുന്ന് ആരാധിക്കുന്ന സഭയല്ലേ. അവിടേക്ക് തീറ്റിപ്പരുവായ വീട്ടിൽ നിന്ന് അപ്പച്ചനും അമ്മ ഇറക്കി വിടുമ്പം പിന്നെ എന്നെ ആര് പിടിച്ചണയ്ക്കും? ആ കാലഘട്ടത്ത് ആരും പിടിച്ച അന്നത്തെ പാസ്റ്റർമാർക്ക് 8, 10 മക്കളുണ്ട്. ആ കൂട്ടത്തിൽ തീറ്റിപ്പരുവായ എന്നെയും കൂടി പിടിച്ച് നിർത്തുമോ? സ്വത്രം പറഞ്ഞാട്ടെ. ആ മക്കൾ കൊടുക്കാൻ, അവരെ സ്വന്തം മക്കൾ കൊടുക്കാൻ പോലും വരുമാനമില്ല. സ്വത്രം. 4 വർഷം പൊക്കോളാൻ പറഞ്ഞു. നീ എൻ്റെ കണ്ണി കരിഞ്ഞിട്ട് പെന്തിക്കോസിൽ പോയോ? പൊക്കോളാൻ പറഞ്ഞു. വീട് വിട്ടിറങ്ങി. വീട് വിട്ടിറങ്ങി. അല്ലെങ്കിൽ കോവളം, മുട്ടയ്ക്കാട് അപ്പോസ്തലിക്ക. അങ്ങനെ അപ്പോസ്തലിക്ക ഉപദേശപ്രകാരം അന്നേ ജനിച്ചും വളർന്നു വന്നതുകൊണ്ട് ആ തലത്തിൽ പോകുന്നത്. ഒരു കർത്താവിൻ്റെ ദാസന് കീഴിൽ 4 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ നിന്ന് സ്വതന്ത്രം ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജൂബ കലക്കി, അദ്ദേഹത്തിൻ്റെ ജൂബയുടെ പുള്ളിക്കത്തൊരു വയറൊക്കെ ഉണ്ട്. അപ്പോൾ കയ്യെത്തൂല ബട്ടന് പൂട്ടാം. സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പം ഞാനാണ് ബട്ടന് പൂട്ടണം. അവിടെ സ്വതന്ത്രം പറഞ്ഞാട്ടെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാഗ് തൂക്കി പ്രസംഗം സെക്കൻഡ് ചെയ്തു, സ്വതന്ത്രം ചെയ്യുന്നു. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ എന്നെ ഒരു ബൈസ്കൂളിൽ കൊണ്ടാക്കി. IGM ഇന്ത്യ ഗാസ്പൽ മിഷൻ ബൈസ്കൂളിൽ കൊണ്ട് തിരുവനന്തപുരം മുട്ടട എന്നൊരു സ്ഥലത്ത് കൊണ്ടാക്കി. ഇവിടെ അടുത്ത തിങ്കൾ മുതൽ വെള്ളി വരെയും ബൈസ്കൂളിലെ പഠനം. വെള്ളി, ശനി, ഞായർ 100 പാസ്റ്റെടുത്തും പാസ്റ്റർ കൂട്ടത്തിലുള്ള പഠനം. സ്വതന്ത്രം ചെയ്യുന്നു. സ്വതന്ത്രം. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പം വിശ്വാസിയായിരിക്കാൻ പോലും എനിക്ക് യോഗ്യതയില്ല. 6 മാസം കഴിഞ്ഞപ്പം എനിക്കൊരു സഭാ ചാർച്ച തന്നു. ഒരു സ്വതന്ത്രം പറഞ്ഞാട്ടെ. എന്തോന്നു? സഭാ ശുശ്രൂഷ. അതെവിടെയെന്നറിയാമോ? എൻ്റെ അപ്പൻ്റെ ലോതൻവക്ഷ സഭയുടെ അടുത്ത്. അല്ലെങ്കിൽ പറഞ്ഞാട്ടെ. സ്വതന്ത്രം. ഉണ്ടോ? പെന്തിക്കോസ് ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് അവിടുന്ന് സഭാ ചാർച്ച് കിട്ടി. എൻ്റെ അപ്പൻ്റെ ലൂതർ മിഷൻ സഭയുടെ അടുത്തൊരു പെന്തിക്കോസിൽ കോട്ടൂർ എന്ന സ്ഥലത്ത് ഞാനിപ്പോൾ താമസം 26 വർഷം കൂടെ തിരുവനന്തപുരത്താണ്. പക്ഷേ അത് കോട്ടൂർ ജോയിക്കുട്ടി എന്ന് പറയുന്നത് ഞാൻ അവിടെ ജനിച്ച് വളർന്നതുകൊണ്ടാണ്. അപ്പച്ചൻ്റെ സഭയുടെ അടുത്ത് 1/2 കിലോമീറ്റർ അടുത്ത് ഞാൻ ഒരു പെന്തിക്കോസിൻ്റെ പാസ്റ്റർ ആയിരിക്കുമ്പം ഞാനും അപ്പനും ഇന്ത്യയും പാകിസ്ഥാനും പോലെ ആയി. സ്വതന്ത്രം പറഞ്ഞാട്ടെ. മനസ്സിലായെന്ന് അറിയത്തില്ല. ഒരു കാര്യം പറയാൻ വേണ്ടിയാണ്. ഒരു കാര്യം പറയാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് എൻ്റെ അനുഭവത്തിലേക്ക് പോയത്. 3 വർഷം 87, 88, 89 വരെ 3 വർഷം. എനിക്ക് തോന്നുന്നു അന്ന് നമ്മുടെ ജോബിൻ പാസ്റ്റർ കുറ്റിച്ചൻ മന്തിക്കുളം അവിടെ ഇരിക്കുകയായിരുന്നു. അതിൻ്റെ അവിടെ നിന്നൊരു 5-6 കിലോമീറ്റർ അകലെയാണ് കോട്ടൂർ ഓപ്പൺ ജയിൽ, തുറന്ന ജയിൽ. ആ തുറന്ന ജയിലിൻ്റെ കാട്ടിനകത്താണ് ഞാൻ ഇരുന്നത്. സ്വതന്ത്രം ചെയ്യുന്നു. തുറന്ന ജയിൽ അറിയാമോ? തുറന്ന ജയിൽ പാട് എന്ന് വെച്ചാൽ നമ്മുടെ പൂജപ്പര സെൻട്രൽ ജയിലിൽ നല്ല നടപ്പുകാരെ കൊണ്ട് തുറന്നു വിടുന്ന സ്ഥലമാണ് തുറന്ന ജയിൽ. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഓപ്പൺ ജയിൽ എന്ന് പറയും. ആ ജയിലിനോട് ബോർഡറിലാണ് 87 മുതൽ 89 വരെ ഒരു സഭയുടെ പാസ്റ്ററായ കാട്ടിനകത്തിരുന്നു. അവിടുന്ന് 1/2 കിലോമീറ്റർ അകലാണ് അപ്പച്ചൻ്റെ സഭ. നോക്കണേ, 3 വർഷം അവിടെ ഇരുന്നു. അപ്പനും ഞാനും ഇന്ത്യയും പാകിസ്ഥാനും പോലെയാണ്. അടിയല്ല പോരാട്ടം, പ്രാർത്ഥനയിൽ. സ്വതന്ത്രം. അപ്പം പറഞ്ഞു, അവിടെ നിന്ന് പെന്തിക്കോസ് പൊളിച്ചുകൊണ്ട് എൻ്റെ ഹൃദയത്തിൻ്റെ ആഗ്രഹം ലൂതർ മിഷനിൽ വരണം. സ്വതന്ത്രം ചെയ്തു. എൻ്റെ പ്രാർത്ഥന അപ്പനെ ലൂതർ ഇന്ന് പെന്തിക്കോസിൽ കൊണ്ടുവരണം. ഒരു സ്വതന്ത്രം പറയും മക്കളെ. സ്വതന്ത്രം.
സ്വതന്ത്രം പറ. പോരാ പ്രാർത്ഥന. അവിടുന്ന് 89 ലാസ്റ്റ് 90 ട്രാൻസ്ഫറായി പൊന്മുടി എന്ന സ്ഥലത്ത് പോയി. പൊന്മുടി ടൂറിസ്റ്റ്, പൊന്മുടി അറിയാലോ, പൊന്മുടി കല്ലാർ എന്ന് പറയുന്ന ടൂറിസ്റ്റ് മേഖല. അപ്പം ഞാൻ ജനിച്ചത് ഒരു വനത്തിനകത്താണ്. ആദ്യത്തെ സഭ കിട്ടിയതും ഒരു കാട്ടിലാണ്. രണ്ടാമത്തെ സഭ കിട്ടിയതും കാട്ടിൽ. സ്വോത്രം പറഞ്ഞാട്ടെ, സ്വോത്രം. അപ്പച്ചൻ മറ്റൊരു ഇടത്ത് നിന്ന് ജില്ലയിൽ നിന്നും തിരുവനന്തപുരത്ത് ഒന്ന് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ കോട്ടൂർ എന്ന സ്ഥലത്ത് എൻ്റെ അപ്പച്ചൻ പ്രവർത്തിക്കാൻ വേണ്ടി പോയത്. അങ്ങനെയാണ് ഞാൻ അവിടെ ജനിച്ചത്. സ്വോത്രം ചെയ്യുന്നു. അങ്ങനെ ഒരുപാട് വർഷം അപ്പന് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൻ്റെ പ്രാർത്ഥന, ഞാൻ എൻ്റെ കണ്ണടയും മുമ്പേ അവനെ ബന്ധിക്കോസിൽ നിന്ന് ലൂതറിൽ കൊണ്ടുവരണമെന്ന്. എൻ്റെ പ്രാർത്ഥന അപ്പനെ ലൂതറിൽ നിന്ന് ബന്ധിക്കോസിൽ കൊണ്ടുവരണം. അങ്ങനെ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥന കർത്താവ് കേട്ടെന്നറിയാമോ? ഏകദേശം പിന്നെ അത് കഴിഞ്ഞു 3 വർഷം അവിടെ ഇരുന്നു. തിരിച്ചു 6 വർഷം കല്ലാറിരുന്നു. 91, 92 ആ പ്രസ്ഥാനത്തിൻ്റെ ഓർഡിനേഷൻ പാസ്റ്ററായി. അപ്പോൾ ഞാൻ വിചാരിച്ച കർത്താവ് 6 വർഷം ആകുന്ന മുമ്പേ എന്നെ ഒരു കൈവച്ച് പാസ്റ്റർമാർ ഓർഡിനേഷൻ ചെയ്യണമെങ്കിലും ഇതിൻ്റെ പുറകിൽ എന്തോ ഒരു കാര്യമുണ്ട്. സ്വോത്രം ചെയ്യുന്നു. 6 വർഷമായി ശേഷം അന്ന് 60ഓളം സഭകൾ ആ സഭയ്ക്കുണ്ട്. 60ഓളം പാസ്റ്റർമാർ ഒരുമിച്ച് കൂട്ടി കൊച്ചു പയ്യനായി എന്നെയും കൂടെ പിടിച്ച് അവിടെ ഇരുത്തിയിട്ട് 60 പാസ്റ്റർമാരുടെ സ്വോത്രം കൈ എൻ്റെ തലയിൽ വെച്ചു. ഒരു സ്വോത്രം പറഞ്ഞാട്ടെ. 60 പാസ്റ്റർമാരെയും പിടിച്ച് ഞാട്ടി 2 മാസം ഞാൻ കഴുത്തെടുത്തില്ല. അല്ലേലും പറഞ്ഞാട്ടെ, പുതിയ ശിഷ്യനല്ലേ, 2 മാസം കഴുത്തെടുത്തില്ല. ഞാൻ കേട്ട കർത്താവ് എനിക്കെന്തായാലും സഭാ ചാർജ് കിട്ടി. എന്നെ കൈവച്ചുകൊണ്ട് സഭ തന്ന് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നു. പിന്നെ ഈ 60 പാസ്റ്റർമാർ എൻ്റെ തലയെ പിടിച്ച് കുലുക്കി എൻ്റെ ഞരമ്പിനെ ഇങ്ങനെ കേടാക്കാൻ വല്ല കാര്യമുണ്ടോ? ചിന്തിക്കാൻ തുടങ്ങി. എനിക്ക് മർമ്മം പിടിയിട്ടില്ല. പയ്യനല്ലേ, മർമ്മം പിടിയിട്ടില്ല. എന്നിട്ട് നിനക്ക് ഓർഡിനേഷൻ തന്നിരിക്കുന്നു. അപ്പം സഭ നടത്താൻ്റെ കഴിവുപോലെ എനിക്ക് ഇല്ല. അപ്പോൾ പിന്നെ ഒരു പാസ്റ്ററാക്കി ഓഡിഷൻ ചെയ്യാൻ വേണ്ടി ആ പ്രാപ്തി ഞാനായില്ല. പ്രായം കൊണ്ടും പക്വത കൊണ്ടും പാരമ്പര്യം കൊണ്ടും ശുശ്രൂഷ കൊണ്ടും ആയില്ല. 6 വർഷമല്ലേ ആയുള്ളൂ. 6 വർഷമായപ്പം കൈവച്ച 60 എന്നെ ശുശ്രൂഷകനാക്കി, പിന്നെ പാസ്റ്ററാക്കി. നേരത്തെ ഒരു പിന്നെ സഭ നടത്തുന്ന ഇടയ ശുശ്രൂഷനായിരുന്നു. കാലഘട്ടം കഴിഞ്ഞു മക്കളെ, കൈവച്ചങ്ങനാക്കി. പിറ്റേ വർഷമായപ്പോൾ സ്തോത്രം ചെയ്യുന്നു. ഒറ്റ വാക്കലങ്ങ് പറയാം, എൻ്റെ അപ്പന് ഈ കൈ കൊണ്ട് കല്ലാറിൽ സ്നാനപ്പെടുത്തിയ സ്വോത്രം പറ. പോരെ, ഇങ്ങനെ സ്വോത്രം പറഞ്ഞാൽ പറ്റൂല. ഒന്ന് സ്വോത്രം പറ. ആരാ പ്രാർത്ഥന കേട്ടത്? അപ്പൻ അങ്ങോട്ട് പ്രാർത്ഥിച്ച് ഇവനെ ലൂതറിൽ കൊണ്ടുവരണം. ഞാൻ പ്രാർത്ഥിച്ച് ലൂതറിൽ നിന്ന് അപ്പനെ പെന്തിക്കോസിൽ കൊണ്ടുവരണം. ആരാ പ്രാർത്ഥന കർത്താവ് കേട്ടു? അപ്പനെ ചുറ്റി വച്ചിരുന്ന പാരമ്പര്യത്തിൻ്റെ മതിലുകളെ ഒറ്റ പ്രാർത്ഥന കൊണ്ട് എൻ്റെ ദൈവം ഇടിച്ചിട്ട് കുടുംബത്തെ മുഴുവന് പെന്തിക്കോസിൽ കൊണ്ടുവന്നുവെങ്കിൽ പറയാം, പ്രാർത്ഥനയ്ക്ക് അത്ര ശക്തിയുണ്ട്, ആരാധനയ്ക്ക് അത്ര ശക്തിയുണ്ട്, വിശ്വസിക്കുന്ന അത്ര മക്കളുണ്ട്. ഇന്ന് പകലിൽ ഇതിനകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. നിങ്ങളെ കുടുംബത്തിനകത്ത് നിന്ന് ദൈവാത്മാവ് ചിലരെ പുറത്തു കൊണ്ടുവരും. പാരമ്പര്യത്തിന്റെ കട്ടിൽ കുടുങ്ങി കിടക്കുന്ന ചില പോരുകളെ കർത്താവ് അഴിച്ചിട്ട് നിങ്ങൾക്കൊപ്പം കൊണ്ടുവരുത്തി ആരാധിപ്പിക്കും. 97 അമ്മയെ സ്നാനപ്പെടുത്തി. പിന്നെ എൻ്റെ ചേട്ടന്മാർ, അവരെ ഭാര്യ, അവരെ മക്കൾ, ചേട്ടന്മാരെ എല്ലാ മക്കളും പാസ്റ്റർമാരാണ്. ശക്തന്മാരെ 5 ചേട്ടന്മാരുടെ 5 ചേട്ടന്മാരുടെ മക്കളും പാസ്റ്റർമാരാണ്. അവരെല്ലാവരും ഞാൻ വിളിച്ചുകൊണ്ട് എൻ്റെ കൂടെ നിർത്തി ഭജനം പഠിപ്പിച്ചു. സ്വോത്രം. ഞാൻ അങ്ങുഞ്ഞൊക്കെ ദൂരെയൊക്കെ യാത്ര ചെയ്യുമ്പോഴൊക്കെ പിന്നെ സഭ ഏൽപ്പിക്കും. പിന്നെ എൻ്റെ അപ്പൻ 92 സ്വോത്രം 92 സ്നാനപ്പെട്ടിട്ട് 2006 വരെ എൻ്റെ അസിസ്റ്റൻ്റ് പാസ്റ്ററായിരുന്നു. അല്ലേലും പറഞ്ഞാട്ടെ, എന്താ സ്വോത്രം പറയുന്നത്? ഇത് അമ്മമ്മ കഥ അല്ലെന്നേ, കോട്ടൂരിനെ കുറിച്ച് എല്ലാവർക്കും അറിയാമല്ല. അപ്പൻ മക്കളെ 92 മുതൽ 2006 വരെ അപ്പ എൻ്റെ അസിസ്റ്റൻ്റ് പാസ്റ്റർ. എന്നെ അപ്പനെ സമയത്തിട്ടില്ല, ഞാൻ വെളിയിൽ പോകണം, ഗൾഫിൽ പോകണം. സ്വോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കർത്താവ് കേട്ട ഇടിയും ചിലതൊക്കെ കുടുംബത്തിനകത്ത് പിശാച് കെട്ടിവച്ചിരിക്കുന്ന നിങ്ങളൊപ്പം വിശ്വാസത്തിൽ വരാതെ കൂടാരത്തിനകത്ത് പിശാച് ചുറ്റി വച്ചിരിക്കുന്ന ചില മതിലുകളെ ദൈവാത്മാവ് ഇടിക്കാൻ പോകുകയാണ്. ഇത് പാഴുവാക്കല്ല. നിങ്ങളുടെ കുടുംബത്തിനകത്ത് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ, ഇതുവരെ നിങ്ങളുടെ കൂടെ ഇറങ്ങി പുറപ്പെട്ടില്ലെങ്കിൽ ഞാൻ ആത്മാവിൽ ഇന്ന് പകൽ പ്രവചിക്കുന്നുണ്ട്, നിങ്ങൾക്കൊപ്പം കർത്താവ് ദൈവസഭയെ കൊണ്ടുവരും. പാരമ്പര്യത്തിന്റെ മതിലുകളെ കർത്താവ് ഇടിച്ചിട്ട് ഇന്ന് പകലിൽ നമ്മൾ സേവിക്കുന്ന ദൈവത്തെ സേവിക്കുവാൻ ദൈവത്തിനെ പുറത്തു കൊണ്ടുവരും.
സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. പാരമ്പര്യ കെട്ടുകൾ വിട്ട്, പാരമ്പര്യ സഭകൾ വിട്ട് സത്യത്തിലേക്ക് ചിലവർ മടങ്ങി വരട്ടെ. യേശുവിന്റെ നാമത്തിൽ ചിലർ സത്യത്തിലേക്ക് മടങ്ങി വരട്ടെ. അങ്ങനത്തെ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിനകത്ത് ഉയർന്നാൽ, സ്തോത്രം, നമ്മളെ കുടുംബതലത്തിനകത്ത് നിന്ന് ചില ശക്തന്മാരെ കർത്താവ് പുറത്തു കൊണ്ടുവരും. നമ്മൾ വിശ്വാസത്തിൽ ഇറങ്ങി പുറപ്പെട്ടപ്പോൾ നമ്മൾക്കെതിരായി മാറിയ നമ്മുടെ രക്തത്തിൽപ്പെട്ടവരുണ്ടല്ലോ, അവരെ ഇന്നും നമുക്കൊപ്പം വന്നില്ലെങ്കിൽ ഞാൻ ആത്മാവിൽ സഭയ്ക്കകത്ത് പ്രവചിക്കുന്നുണ്ട്, അവരെ നിങ്ങൾക്കൊപ്പം കർത്താവ് കൊണ്ടുവരുന്ന ഒരു വർഷമാണെന്ന് ആത്മാവിൽ പ്രവചിക്കുന്നു. വിശ്വസിക്കുന്ന ശക്തമായി ഒന്ന് കർത്താവിനെ ആരാധിച്ചാട്ടെ. രക്തത്താൽ ജയമെടുക്കുന്നു, 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 ജയമെടുക്കുന്നു. ഹല്ലേലൂയ. നോക്കൂ, നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറപരമായി കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യുന്നവനാണ്. ജോഷുവയുടെ കുലവും മഹിമയും ദൈവം നോക്കിയിട്ടല്ല, ഒരു ചെറിയ ഗോത്രത്തിൽ നിന്നും, ചെറിയ ഗോത്രം എന്ന് പറയുമ്പോൾ എഫ്രൈം ഗോത്രം എന്ന് പറയുന്നതുണ്ടല്ലോ, ഒരുപാട് തൻ്റെ ചരിത്രങ്ങളൊക്കെ പഠിച്ചാൽ എഫ്രൈം മറിച്ചിടാത്ത ദോശ, എഫ്രൈം പൊട്ടപ്രാവ്, എഫ്രൈം മിസ്രൈമിലേക്ക് പോയി, എഫ്രൈം ജാതികളുമായി ഇടകലർന്നു. കണ്ടോ, ദൈവഹിതമില്ലാതെ സഞ്ചരിച്ച ജീവിച്ച ഒരു ഗോത്രമാണ് എഫ്രൈം ഗോത്രം. ആ ഗോത്രത്തിൽ നിന്നാണ് ഈ ജോഷുവ പുറത്തു വന്നത്. ഒന്ന് കരം സ്വത്രം ചെയ്യാമോ? ആ ഗോത്രത്തിൽ നിന്ന് ജോഷുവ പുറത്തു വന്നപ്പോൾ സ്വത്രം ആ ചെറിയ ഗോത്രത്തിൽ നിന്നും ഒരു രാജ്യത്തെ പിടിച്ചടക്കുവാൻ ആ രാജ്യത്തിലെ രാജാക്കന്മാരെ ജോഷുവയുടെ കയ്യിൽ കർത്താവ് കൊടുത്തെങ്കിൽ വിശ്വാസത്തോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാമോ? അവൻ്റെ കയ്യിൽ രാജ്യം കൊടുത്തു, യെരിഹോവിനെ കൊടുത്തു, അവിടുത്തെ രാജാക്കന്മാരെ കൊടുത്തു, അവിടുത്തെ മല്ലന്മാരെ കൊടുത്തു, അവിടെ അടക്കി വാഴുന്ന സകലത്തെയും കൊടുത്തുവെങ്കിൽ തിരുവനന്തപുര പട്ടണത്തെ അടക്കി വാഴുന്ന ചില സ്വന്തം ദേശത്തിന്റെ അധിപതികളെ നമ്മുടെ പ്രാർത്ഥനയിലൂടെ ദൈവാത്മാവ് തച്ചുടച്ചിട്ട് ചില രാജാക്കന്മാരെ, ചില നേതാക്കന്മാരെ അന്ത്യ കാലഘട്ടത്തെ പെന്തക്കോസ്തിനകത്തേക്ക് ദൈവം കൊണ്ടുവരാം. എത്ര മക്കൾ മകൾ വിശ്വസിക്കുന്നുണ്ട് അതുകൂടെ സംഭവിക്കാൻ പോകുന്നു? രാജാക്കന്മാരെ, നേതാക്കന്മാരെ, ഉന്നതന്മാരെ അന്ത്യ കാലഘട്ടത്ത് യേശുവിനെ ആരാധിപ്പാൻ ദൈവം ചിലരെ പുറത്തു കൊണ്ടുവരും. ഹല്ലേലൂയ. അത്രമാത്രം നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. അതൊക്കെ ദൈവം നമ്മുടെ കയ്യിൽ തരണമെങ്കിൽ ഒന്ന് നമ്മൾ ചുറ്റണം. ഇങ്ങോട്ട് നോക്കൂ, ഒരിക്കൽ യഗസ്കേലിനോട് ദൈവം പറഞ്ഞൊരു പദമുണ്ട്, നീ താഴ്വരെ പോകണം. എവിടെ ഇറങ്ങണം? ഇറങ്ങിയാൽ പോരാ, താഴ്വരയിൽ ചുറ്റണം. സ്വോത്രം പറ മക്കളെ. നീ താഴ്വരയ്ക്കകത്ത് ഇറങ്ങിയാൽ പോരാ, അവിടെ ഒരുപാട് അസ്ഥികളുണ്ട്. അത് ഉണങ്ങിക്കിടക്കുന്ന അസ്ഥികളാണ്. ആ കാലഘട്ടത്തിൽ ആരും ശവമടക്കം നടത്തത്തില്ല. ആരും മരിച്ചാലും അവരെ കൊണ്ട് വാരി കൂട്ടിക്കൊണ്ടിടുന്നൊരു സ്ഥലമാണ് ആ വലിയ താഴ്വര. അവിടെ കിടക്കണം മാംസങ്ങളെയും മജ്ജകളെയും മാംസങ്ങളെയും ഞാടിയും ഞരമ്പുകളെയും കഴുകന്മാർ കൊത്തിക്കൊണ്ടു പോകും. സ്വത്രം അവർക്ക് ആഹാരം, മനുഷ്യൻ്റെ ശരീരമാണ് അന്നത്തെ കഴുകൻ്റെ ആഹാരങ്ങൾ. എന്നിട്ട് ആ സ്വത്രം അസ്ഥികൾ പിന്നെ ഇത് കൊത്തിയാൽ ഏക്കത്തില്ലല്ലോ, അതുകൊണ്ട് അസ്ഥികൾ അങ്ങ് ഉപേക്ഷിക്കും. ബാക്കി സകല മനുഷ്യൻ്റെ ശരീരത്തെ ഈ പറവകൾ കൊത്തിക്കൊണ്ടു പോകും. അങ്ങനെ കൂമ്പാരമായി താഴ്വരയ്ക്കകത്ത് ആർക്ക് എണ്ണാൻ കഴിയാതിരിക്കുന്ന മനുഷ്യൻ്റെ അസ്ഥികൾ ആ താഴ്വരയ്ക്കകത്ത് കിടക്കുമ്പോൾ ഒരു അഭിഷക്ത
ഒരുത്തൻ ദൈവം പറഞ്ഞു, നീ ആ താഴ്വരയ്ക്കകത്തിറങ്ങണം. ഇറങ്ങിയപ്പോഴാ ആ താഴ്വരയ്ക്കൂടെ നീ ചുറ്റി ചുറ്റി സഞ്ചരിക്കണം. നിന്റെ കാൽപാദം ആ താഴ്വര ചവിട്ടുമുണ്ടല്ലോ, ആ അസ്ഥികളായി കിടക്കുന്ന ചിലത് ജീവിച്ചെഴുന്നേറ്റ് പുറത്തു വരും. ഒന്ന് സ്തോത്രം ചെയ്യാൻ തുടങ്ങിക്കോ. ഞാൻ എൻ്റെ അഭിഷക്തന്മാരോട് ഇന്ന് പകൽ ദൂത് പറയുന്നു, ഈ അന്തിമ കാലഘട്ടത്ത്, ഈ അവസാന കാലഘട്ടത്ത് 2025 തീരും മുമ്പ് തന്നെ ചില ദൈവമക്കളുടെ കാൽപാദങ്ങൾ ചില സ്ഥലത്ത് ചവിട്ടുമ്പോൾ ഇന്ന് വരെ ജീവിച്ചു വരാത്ത ചിലതിനെ ദൈവാത്മാവ് പുറത്തു കൊണ്ടുവരാം. ഏറ്റവും കൂടുതൽ നമ്മുടെ തിരുവനന്തപുരത്തല്ലേ, തലസ്ഥാനത്തല്ലേ നിയമസഭകളും സെക്രട്ടേറിയറ്റും ഉള്ളതും നേതാക്കന്മാരുടെ അല്ലേ. ഇന്ന് വരെ നമ്മളൊക്കെ ഒരു നേതാവിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇലക്ഷൻ സമയത്ത് നമ്മളടുത്ത് പള്ളി ഞായറാഴ്ച ഇങ്ങനെ ആരും കയറി വന്നിട്ട് നമ്മളെ മുമ്പിൽ ഇത് മുട്ടുകുത്തും, എന്നറിയാം, കൈവച്ച് പ്രാർത്ഥിക്കാൻ. എന്തിനാ? നമ്മൾ വോട്ട് കൊടുക്കാൻ വേണ്ടി അല്ലേ. പിന്നെ നമ്മുടെ ജനറൽ കൺവെൻഷനൊക്കെ വരും. അപ്പോൾ വി ഡി സതീശൻ സാറ് പ്രസംഗിക്കുമ്പോൾ ആര് സുവിശേഷം പ്രസംഗിക്കും? സ്വതന്ത്രം പറഞ്ഞാട്ടെ. ലോകത്തിൽ ആര് പ്രസംഗിക്കും? അയാൾ പ്രസംഗിക്കും പോലെ ബൈബിൾ പുള്ളി അരച്ച കടയെ കുടിച്ച് ഇരിക്കുകയാണ്, വിളിച്ചാൽ പ്രസംഗിക്കും. ഇന്നിവിടെ പുള്ളി ഒന്ന് കാര്യമെന്ന് കണ്ടല്ലോ, നിങ്ങളിവിടെ നിന്ന് ഇവിടെ നിന്ന് ഏറില്ല, സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇന്ന് വി ഡി സതീശൻ സാർ ഇവിടെ ഒന്ന് പ്രസംഗിച്ചാൽ ഈ മക്കളൊക്കെ ഇങ്ങനെ ഇരിക്കില്ല. സ്വതന്ത്രം പറയാൻ കൊണ്ട് അത് ഈ അകത്ത് വന്ന ആത്മാവ് വന്നിട്ടല്ല, അടുത്ത ഇലക്ഷൻ അയാളെ പടലിലേക്ക് ഇരിക്കാൻ വേണ്ടി സ്വതന്ത്രം പറഞ്ഞാട്ടെ. അങ്ങനെ ആ പ്രസംഗമാണ്. പക്ഷെ ഒരു ദൂത് ഞാൻ പറയാം, ഇതിനകത്തിരിക്കുന്ന എത്രയും മക്കൾ നേതാക്കന്മാർക്ക് വേണ്ടി നേതാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ബൈബിളിൽ വ്യവസ്ഥയുണ്ട്. അധികാരികൾക്ക് വേണ്ടി എന്ത് ചെയ്യണം? പക്ഷപാതം ചെയ്യണമെന്ന്. പ്രാർത്ഥനയല്ല, എന്ത് ചെയ്യണം? പക്ഷപാതം ചെയ്യണം. രാജാക്കന്മാർക്കും അധികാരികൾക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും പിന്നെ പക്ഷപാതം ചെയ്യുകയും സ്തോത്രം ചെയ്യാൻ ചെയ്യണമെന്ന്. ഒരാളെ പേര് പറഞ്ഞ് നീ സ്തോത്രം പറഞ്ഞു നോക്ക്, അവർ നിന്റെ കൂടെ കർത്താവ് കൊണ്ടുവരും. പോലെ ഒന്ന് സ്തോത്രം ചെയ്യാമോ? ഹല്ലേലൂയ. അങ്ങനെ നേതാക്കന്മാർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചുണ്ടല്ലോ. അന്ത്യകാലഘട്ടത്തിൽ ദൈവത്തിൻ്റെ നേതാവെന്നോ രാജാവെന്നോ ദൈവം മുമ്പിൽ എല്ലാവരും ഒന്നാ അവരെല്ലാം. ഞാൻ ഈ ദിവസങ്ങൾ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. സത്യത്തിൽ സാറേ ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കുകയാണ്. എനിക്കിനി പിച്ചക്കാരെ വേണ്ട, സ്വതന്ത്രം പറഞ്ഞാട്ടെ. എനിക്ക് നേതാക്കന്മാർ മതി. കാര്യം ഞാനിരിക്കുന്ന സ്ഥലം അറിയാമല്ലേ, അറിയാമല്ലേ. ഓ, അവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എല്ലാവരും കയറി വന്നു പള്ളിയിൽ. അപ്പോൾ ദൈവം പറഞ്ഞ് ഇനി പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ല, അവരും പറയണം. അവരങ്ങ് പള്ളി നിറഞ്ഞ്. അതുകൊണ്ട് ഇനി ദൈവം പറഞ്ഞു ഇനി കുറച്ച് ദിവസത്തേക്ക് രാജാക്കന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ജോഷുവായേ, ഞാൻ നിനക്ക് ആരെ തരുമെന്ന്? പിന്നെ സ്വതന്ത്രം. ഈ ഒരു വിശ്വാസം നമ്മുടെ അകത്ത് വേണം. ഇവിടെ ഇരിക്കുന്ന നിങ്ങളൊക്കെ ഇങ്ങനെ വിശ്വാസി വരുമെന്ന് ആഗ്രഹിച്ചവരാണ്? ആണോ? അല്ലല്ലോ. ഈ നിൽക്കുന്ന ഞാനാ. എൻ്റെ അപ്പൻ ഇവനെ ഉപദേശിയാകാൻ വേണ്ടി പ്രാർത്ഥിച്ചത് വേറെ ഒന്നിനുമല്ല, എൻ്റെ സ്വഭാവം മാറാൻ വേണ്ടി. സ്വതന്ത്രം പറഞ്ഞാട്ടെ. കാര്യം ഞാൻ ജനിച്ചത് കോട്ടൂർ കാട്ടിനകത്താണ്. ജോബിൻസ് പാസ്റ്റർ അറിയുന്ന കോട്ടൂർ വനമൊക്കെ അറിയാലല്ലേ, വനം ബയോളജി പാർക്ക്, അവിടെയാണ് ഞാൻ ജനിച്ചത്. എന്ന് പറഞ്ഞാൽ ഞാൻ ആദിവാസിയല്ല, നല്ല വാസി തന്നെ അല്ലേലും പറഞ്ഞാട്ടെ. സ്വതന്ത്രം ചെയ്യുന്നു. എൻ്റെ അപ്പൻ സുവിശേഷ വേലയ്ക്ക് അങ്ങോട്ട് പോയതാ. ഒരു സ്വതന്ത്രം പറ. അതുകൊണ്ട് ഞാൻ ആ കോട്ടൂർ ജനിച്ചു. അപ്പോൾ ആ കാട്ടിനകത്ത് എൻ്റെ അപ്പൻ സുവിശേഷ വേല ചെയ്യുമ്പോൾ അവിടെയാണ് ഞങ്ങൾ ജനിച്ചത്. 6 പേരും കാട്ടിനകത്താണ്. അപ്പോൾ ഈ കോട്ടൂർ കാട്ടിനകത്ത് എത്ര മൃഗമുണ്ടോ ആ എല്ലാ മൃഗത്തിൻ്റെ സ്വഭാവം എനിക്കുണ്ട്. സ്വതന്ത്രം പറഞ്ഞാട്ടെ. ഇനി വേറെ സാക്ഷ്യം പറയേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനത്തെ സ്വഭാവമുള്ള എന്നെ അന്ന് കോട്ടൂർ പെന്തിക്കോസില്ല, ലൂതർ മിഷൻ പള്ളി മാത്രമേ ഉള്ളൂ ഇവാഞ്ചലിക്ക്. അതുകൊണ്ട് അപ്പൻ അങ്ങനെ പ്രാർത്ഥിച്ചത് ഇവനെ അങ്ങനെ കൊണ്ടുവരണേന്ന്. കാര്യം അപ്പച്ചൻ്റെ അമ്മയിലും തലവേനെന്ന് കുറയുമല്ലോ. കാരണം 7ാമത്തെ വയസ്സിൽ കായികപരമായി പഠിച്ചു. 15 വയസ്സായപ്പോൾ നേപ്പാൾ കാഠ്മണ്ഡു ചെന്ന് 3 ഗൂർഖന്മാരെ ഫൈറ്റ് ഫസ്റ്റ് ബ്ലാക്ക് ബെൽറ്റ് നേടി. എന്താ മിണ്ടാതിരിക്കുന്നത്? ഇവിടെ ഒരു പണ്ട് കൂർക്കന്മാർ നമ്മുടെ കടയിലൊക്കെ ഇങ്ങനെ കത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അവനെ കാണുമ്പോൾ നമ്മൾ ഓട്ടം. അവൻ്റെ മൂക്കിനെ താഴെ ചെന്ന് 3 എണ്ണത്തിനെ പയറ്റിയിട്ട് ഫസ്റ്റ് ബെൽറ്റും കൊണ്ടുവന്ന് തിരുവനന്തപുരം തലസ്ഥാനത്ത് പഠിപ്പിക്കുന്ന ഒരു കരാട്ട മാസ്റ്ററായിരിക്കും. ആരെ വകവയ്ക്കും? ഒന്നാമത് കാട്ടിലെ എല്ലാ മൃഗത്തിൻ്റെ സ്വഭാവം, രണ്ടാമത് ഇതും കൂടെ പഠിച്ചപ്പം ഗായികവനം പഠിച്ചപ്പോൾ ആരെയും മൈൻഡ് ചെയ്യില്ല. അപ്പം അപ്പനെയും അമ്മയും എല്ലാവരും നാടും വീടും
ഒരിക്കൽ നാട്ടിലുള്ള ഒരു ആൻറ്റി പ്രാർത്ഥിക്കുകയാണ്, ദൈവമേ യവാങ്ങ മരിച്ചെങ്കിൽ കൊള്ളാമെന്ന്. കാര്യം അത്ര അവർക്ക് തലവേദന. നാട്ടുകാർക്ക് ഞാൻ ആരായിരുന്നു? തലവേദനായിരുന്നു. അത്ര പ്രശ്നം. അതുകൊണ്ട് അപ്പനും അമ്മയും നേർന്ന് എൻ്റെ കയ്യിൽ തന്നെ സ്വോത്ര കാഴ്ച എന്ന് ആ പാസ്റ്റർ കൊടുറ എങ്ങനെയെങ്കിലും പൈസ കൊടുത്തെങ്കിലും പാസ്റ്റർ പ്രാർത്ഥിക്കുമല്ലോ, സ്വോത്രം പറഞ്ഞാട്ടെ, ഞാൻ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടി. നമ്മൾ പെന്തിക്കോസ് വരുമെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ നിന്നത്. അല്ലല്ല, കർത്താവ് കൊണ്ടുവന്നോ? തിരുവനന്തപുരം ജില്ല മുഴുവനും 100 കണക്കിന് ആൾക്കാരെ പഠിപ്പിച്ച ഒരു മാസ്റ്ററായിരുന്നു ഞാൻ. ഇപ്പോഴായാലും പായം കൂടെ ചേർന്ന് പാസ്റ്ററായത്, സ്വോത്രം പറഞ്ഞാട്ടെ. 39 വർഷം കൊണ്ട്. ഇപ്പം തല്ലിക്കൊന്നാലും കൈയടിയെന്ന് കൊടുക്കും, അല്ലെങ്കിൽ പറയാം സ്വോത്രം. അപ്പോൾ ആർക്കും വഴങ്ങാതെ, ആരെക്കും നമ്മളെ തോൽപ്പിക്കാൻ കഴിയാതെ, ആരെയും നമ്മളനുസരിക്കാതെ ജീവിച്ച നമ്മളൊക്കെ ദൈവം ഒരു കുഞ്ഞാടാക്കി കൊണ്ടുവന്നെങ്കിൽ രാജാക്കന്മാരെ, നേതാക്കന്മാരെ അതേപോലെ ആക്കാൻ പ്രാർത്ഥനയ്ക്ക് കഴിയും. പോരാ, ഒന്ന് കരമുയർത്തി ദൈവത്തിന് സ്തോത്രം പറയാമോ? പ്രാർത്ഥനയ്ക്ക് കഴിയാത്ത ഒന്നുമില്ല. ഏതു രാജാക്കന്മാരുടെ ഉള്ളത്തിനകത്ത് പ്രാർത്ഥന കയറി ചെല്ലാൻ ശക്തിയുണ്ട് പ്രാർത്ഥനയ്ക്ക്. അതുകൊണ്ട് നമ്മുടെ സഭകളിലൊക്കെ ഈ അന്ത്യകാലഘട്ടത്ത് നമ്മുടെ സഭയ്ക്കകത്ത് നേതാക്കന്മാരും രാജാക്കന്മാരും രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിൽ അവർ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ വേണ്ടി, ദൈവരാജ്യമെന്ന് പറയുന്നത് സാധാരണക്കാർക്ക് മാത്രമല്ല, ദൈവരാജ്യമെന്ന് പറയുന്നത് പെന്തിക്കോസ്തുകാർക്ക് മാത്രമല്ല, ദൈവരാജ്യം ജാതിപ്പെട്ടവരെ വിശ്വാസത്തിൽ കൊണ്ടുവന്നിട്ട് അവരും ദൈവകൃപയിലേക്ക് വന്നു, അവരും സത്യത്തിലേക്ക് വന്നു, അവരും ദൈവത്തെ അറിയുമ്പോൾ അവർക്കും കൂടെ ദൈവം ഒരുക്കിക്കൊണ്ടിരിക്കുന്നതാണ് ദൈവത്തിന്റെ രാജ്യം. സ്തോത്രം. അതിനുവേണ്ടി ദിവസത്തെ പ്രാർത്ഥന, ദൈവസഭയുടെ ഉപവാസമൊക്കെ അതായിരിക്കണം. നമ്മുടെ രോഗന്മാരാണ്, നമ്മുടെ ക്ഷീണന്മാരാണ്, നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കുവാനും സ്തോത്രം ചെയ്യുന്നു. ആ പ്രാർത്ഥന ഇനി അങ്ങ് നിർത്തണം. ഇനി ജാതികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇനി കാലങ്ങളും സമയങ്ങളില്ല. ഇനി ഈ ഭൂമിയിലെ കാലങ്ങളും സമയങ്ങളും നമുക്ക് ഒത്തിരി ദിവസം ജീവിക്കാൻ പറ്റത്തില്ല. നമുക്ക് ഈ ഭൂമിയിൽ ഒത്തിരി ദിവസം വാസം ചെയ്യാൻ പറ്റൂല. ദൈവം മനുഷ്യന് 6 വാസസ്ഥലമാണ് കൊടുത്തിരിക്കുന്നത്. 6 വാസസ്ഥലം. 6 വാസസ്ഥലം മനുഷ്യന് ദൈവം കൊടുത്തിരിക്കുന്നത്. എത്ര വാസസ്ഥലം? 6. പറയാമോ? ഒന്നാമത്തെ വാസം അമ്മയുടെ ഉദരം. അതിന് കാലാവധിയുണ്ട്. അതെന്തോന്നുണ്ട്? 9 മാസം. പിന്നെ നിങ്ങൾ പറയും 9 മാസവും പിന്നെ 8-ാം മാസത്തിൽ പ്രസവിക്കുന്നുണ്ട്. അതിനും എന്തെങ്കിലും ഒരു വർഷത്തിൻ്റെ കാലാവധിയുണ്ട്. 1 വർഷത്തിൻ്റെ കാലാവധിയുണ്ട്. 9 മാസം 9 ദിവസം ഇങ്ങനെയൊക്കെ ഉണ്ട്. അത്രയും വരെ മനുഷ്യൻ അമ്മയുടെ ഉദരത്തിൽ, ഗർഭപാത്രത്തിൽ വാസം ചെയ്യും. അത് കഴിഞ്ഞാൽ ആ കാലയളവ് അടുത്ത് വസിക്കുന്ന ഭൂമിയിലാണ്. അതിന് പിന്നെ കാലയളവില്ല, എപ്പോഴും ചാവാം. സ്വതന്ത്രം പറഞ്ഞാട്ടെ, സ്വതന്ത്രം പറയൂ അങ്ങോട്ട്. ഈ ഭൂമിയിലെ വാസം നമുക്ക് എന്തോന്നില്ല. പറ മക്കളെ, പ്രസവിച്ച ഉടനെ മരിക്കുക, പ്രസവിക്കുമ്പോൾ അമ്മ മരിക്കുന്നു, ഉടനെ കുഞ്ഞ് മരിക്കുന്നു, പിന്നെ വളർന്ന് അങ്ങ്. അപ്പം ഈ ഭൂമിയിലെ വാസം നമുക്ക് എന്തോന്നില്ല. മൂന്നാമത്തെ വാസം കല്ലറ. എന്തോന്ന്? കല്ലറ കേട്ടപ്പോഴേ നിങ്ങളുടെ മുഖമൊക്കെ പാടി. സ്വതന്ത്രം പറഞ്ഞാട്ടെ. മൂന്നാമത്തെ വാസം കല്ലറ. അപ്പോൾ ഒന്നാമത്തെ വാസം പറയൂ, അമ്മയുടെ ഉദരം. 2 ഭൂമിയിലെ വാസം. അതിന് കാലയളവില്ല. ഈ ഭൂമി നമ്മൾ എപ്പോഴും ഈ വസിക്കുന്ന ഭൂമി നമ്മൾ വിട്ടുപോയാൽ മതിയാവൂ. മൂന്നാമത്തെ വാസം കല്ലറ. അതിന് കാലയളവില്ല. കർത്താവിൻ്റെ വരവരെയും കല്ലറ കിടക്കേണ്ടി വരും. അവിടെ വസിക്കണം. നാലാമത്തെ വാസം സ്തോത്രം ചെയ്യുന്നു. മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ, പൗലൂസിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങൾ മരിച്ചു, നിങ്ങളുടെ ജീവൻ ക്രിസ്തു യേശുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. അപ്പോൾ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. 5-ാമത്തെ വാസം യാതന സ്ഥലം. ഒന്ന് പറഞ്ഞാട്ടെ, എവിടെ? രക്ഷിക്കപ്പെട്ട ആൾക്കാർ എവിടെ പോവും? ക്രിസ്തുവിനെ കൂടെ മറഞ്ഞു പോവും. അല്ലാത്ത എവിടെ പോവും? അപ്പോൾ എത്ര വാസമായി?
5 മാസമായി. 6ാമത്തെ വാസസ്ഥലം അനന്തയുഗമായി. സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ കർത്താവിനോടുകൂടെ നമ്മൾ വാഴുന്ന ഒരു സ്ഥലമുണ്ട്. അതാണ് അനന്തയുഗം. നമ്മൾ ദൈവത്തോട് വാഴും. അപ്പം ഭൂമിയിൽ ദൈവം, ഭൂമിയിലും ഒരു മനുഷ്യൻ, ഭൂമിയിലും ഈ ലോകത്തിലും, ഹല്ലേലൂയ, 5 വാസസ്ഥലം ദൈവം നമുക്ക് ഒരുക്കി വെച്ചിരിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ രക്ഷിക്കപ്പെട്ട, വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കളോട് ഒരു ദൂത് ഞാൻ ഇന്ന് പകൽ പറയാം. അങ്ങനെ വാസം ചെയ്യാൻ ആരും യാതന സ്ഥലത്തേക്ക് വാസം ചെയ്യാൻ അനുവദിക്കാതെ ചിലരെ പ്രാർത്ഥിച്ചു തീയിൽ നിന്നും വലിച്ചെടുക്കുവാൻ സ്വതന്ത്രം ചെയ്യുന്നു. ഇതിനകത്ത് ഉപവാസവും പ്രാർത്ഥനയും ഇതിനകത്തിരിക്കുന്ന ദൈവമക്കൾ തയ്യാറാകുന്നുവെങ്കിൽ എന്റെ ദൈവം അങ്ങനെയുള്ള ചിലരെ ദൈവസന്നിധി കൊണ്ടുവരും. സ്വോത്രം 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 സ്വോത്രം. അപ്പൊ യോശുവയുടെ കയ്യിൽ ദൈവം ആരെ കൊടുത്തു? രാജാക്കന്മാരെ കൊടുത്തു. രാജാക്കന്മാരെ കൊടുക്കാം. ഒന്നാമത്തെ കാരണം അവിടെ മൊത്തം ചുറ്റി, ദൈവം പറഞ്ഞ പോലെ അവർ ചുറ്റിക്കറങ്ങി. എന്നിട്ട് അവർ കാകളമൂതി, അവർ ആർപ്പിട്ടു. സ്വോത്രം. കാകളങ്ങളും ആർപ്പുകളും ചുറ്റിക്കറങ്ങലുകളൊക്കെ ജീവിതത്തിൽ വന്നപ്പോൾ ഒരിക്കലും ഇടിയില്ല എന്ന് പിശാച് വാദിച്ച ചില മേഖലകൾ ഇടിഞ്ഞിട്ട് യോശുവയുടെ കയ്യിൽ ദൈവം ആ പട്ടണം കൊടുത്തുവെങ്കിൽ ആ പട്ടണം ദൈവം യോശുവയ്ക്ക് കൊടുത്തു. ആ പട്ടണത്തിലുള്ള രാജാക്കന്മാരെ കൊടുത്തുവെങ്കിൽ പാളയം ദൈവസഭയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോടും അഭിഷക്തന്മാരോടും ഈ പകൽ ഞാൻ ദൂത് കൈമാറാം. ഞാൻ ഇവിടെ നിന്ന് ദൈവത്തിന്റെ വചനം പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിനകത്ത് വലിയ വിടുതൽ എൻ്റെ കർത്താവ് ചെയ്യുന്നുണ്ട്. സഭയ്ക്കകത്ത് മാത്രമല്ല, സഭയുടെ പുറത്ത് ഈ പകൽ ആരാധിക്കാൻ വരാത്ത നമ്മുടെ സഭയുടെ ചില ദൈവമക്കളുടെ ജീവിതത്തിനകത്ത് ദൈവം ചില വിടുതൽ അയക്കുന്ന കൂട്ടം തന്നെ ചില നേതാക്കന്മാരെ കൂടെ ദൈവം ഈ ദിവസങ്ങൾ ആകർഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു, രക്തത്താൽ ജയമെടുക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾ ഇന്ന് പകൽ മൗനമായിരിക്കാതെ, എനിക്കറിയാം എത്ര പേര് ഞാൻ പറഞ്ഞ ദൂത് ഏറ്റെടുത്തു എന്ന് എനിക്കറിയത്തില്ല. ഈ പകലിൽ ദൈവസഭയുടെ അതിരുകളെ ദൈവം വിശാലമാക്കാൻ പോകുന്നു. നമ്മൾ ചിന്തിക്കാത്ത ചിലവരെ കൂടെ ദൈവാത്മാവ് പട്ടണത്തിൽ ദൈവം വിളിച്ചു വേർതിരിക്കാൻ പോകുന്നു. ദൈവസഭയ്ക്ക് വേണ്ടി, ദൈവരാജ്യത്തിലേക്ക് ചിലരെ ദൈവാത്മാവ് കൊണ്ടെത്തിക്കുവാൻ ദൈവത്തിന് മഹത്തായ പദ്ധതിയുണ്ട്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുവാൻ അങ്ങനെ പ്രാർത്ഥിപ്പാൻ ഒരുക്കമുള്ള, അങ്ങനെ പ്രാർത്ഥിപ്പാൻ സമർപ്പണമുള്ള, അങ്ങനെ പ്രാർത്ഥിപ്പാൻ തയ്യാറുള്ള ദൈവമക്കൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ഓരോ സഭയ്ക്കകത്ത് നിന്നും സമർപ്പണത്തോടെ എഴുന്നേൽക്കേണ്ടിയിരിക്കുന്നു. ആ പ്രാർത്ഥന ദൈവം രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ, പട്ടണത്തിൻ്റെ വിവിധ മേഖലകളിൽ ആ പ്രാർത്ഥന കയറിച്ചെല്ലും. രാജകൊട്ടാരത്തിൽ വരെ പ്രാർത്ഥന കയറിച്ചെല്ലും. സ്വതന്ത്രം ചെയ്യുന്നു. നേതാക്കന്മാർ കിടക്കുന്ന ഇടത്ത് വരെ നമ്മുടെ പ്രാർത്ഥന കയറിച്ചെല്ലും. എനിക്കും നിങ്ങൾക്കാർക്കും കയറിച്ചെല്ലാൻ കഴിയാത്ത സ്ഥലത്ത് നമ്മുടെ പ്രാർത്ഥന കയറിച്ചെല്ലും. പാളയം മാറാനാഥ് ദൈവസഭയ്ക്കകത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ പ്രാർത്ഥന സഭയ്ക്കകത്ത് മാത്രമല്ല നിറഞ്ഞു നിൽക്കുന്നത്. പട്ടണത്തിന്റെ വിവിധ ഇടങ്ങളിൽ നമ്മുടെ പ്രാർത്ഥന കയറിച്ചെല്ലാം. അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ, അങ്ങനെ സംഭവിക്കട്ടെ. അങ്ങനെ പ്രാർത്ഥിപ്പാൻ ആഗ്രഹിക്കുന്ന ദൈവമക്കളുടെ കുടുംബത്തിനകത്ത് കർത്താവ് ഒന്നാമതായി അനുഗ്രഹിക്കുന്ന, പ്രാർത്ഥിക്കുന്ന മക്കളുടെ കുടുംബത്തിനകത്ത് ഒരു വ്യക്തിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടല്ലോ, പ്രാർത്ഥിക്കുന്നവരെ ദൈവം ആദ്യം അനുഗ്രഹിക്കും. ഹല്ലേലൂയ. എല്ലാ കണ്ണുകളും ഇന്ന് പകൽ ദൈവസന്നിധി അടയ്ക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ. പ്രാർത്ഥനയ്ക്കായി ചില നിമിഷങ്ങൾ പരിശുദ്ധാത്മാവ് ഇടപെടുന്നതിനാൽ എല്ലാ കണ്ണുകളും ഒരു നിമിഷം അടയട്ടെ. ഒരു 10-15 മിനിറ്റ് ദൈവസഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. മൗനമായിരിക്കാതെ ഞാൻ വായിച്ച വാക്യം, നമുക്ക് രാത്രി ശുശ്രൂഷയുണ്ടല്ലോ, പകൽ സെക്ഷൻ. ഞാൻ ഒരുപാട് യാത്ര ചെയ്ത് 10-12 മണിക്കൂർ കൂടുതൽ ഇന്നലെ രാത്രി സഞ്ചരിച്ചു. വീട്ടിൽ വന്നിട്ട് ഉടനെ ഇങ്ങോട്ട് പോന്നു. രാത്രി ദൈവശബ്ദം നമുക്ക് വീണ്ടും പ്രധാനപ്പെട്ട ദൈവശബ്ദത്തിലേക്ക് നമുക്ക് രാത്രി സെക്ഷൻ പ്രവേശിക്കാം. പകൽ സെക്ഷൻ ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കാൻ പോവാം. യേശുവിന്റെ നാമത്തിൽ ആരും മൗനമായിരിക്കരുത്.
ജോഷുവായെ, ഞാൻ നിൻ്റെ കയ്യിൽ ആ പട്ടണം തരും. ആ പട്ടണത്തെ അടക്കി വാഴുന്ന രാജാക്കന്മാരെ ഞാൻ നിൻ്റെ കയ്യിൽ തരും. ദൈവം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന കർത്താവാണ്. ദൈവം പറഞ്ഞാൽ ചെയ്യും. ദൈവം പറഞ്ഞാൽ തരും. ഒരു പട്ടണം നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞാൽ ദൈവം തരും. ആ പട്ടണത്തിലെ രാജാക്കന്മാരെ തരാമെന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തരും. തരും തരും ദൈവമാണ് പറഞ്ഞത്. ജോയ്ക്കുട്ടി പാസ്റ്റർ അല്ല പറഞ്ഞത്, ദൈവമാണ് പറഞ്ഞത്. കർത്താവ് അത് തരും തരും. നിങ്ങളുടെ കുടുംബത്തലത്തിനകത്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കൊപ്പം വിശ്വാസത്തിൽ ദൈവം കൊണ്ടു തരാമെന്ന് പറഞ്ഞാൽ ദൈവം തരും. നമ്മൾ ചില നിമിഷങ്ങൾ ജോഷുവായും കൂട്ടരും എരിഹോ മതിലിനെ ചുറ്റി കറങ്ങിയതുപോലെ നമ്മൾ ചില നിമിഷങ്ങൾ പ്രാർത്ഥനയ്ക്കൂടെ കറങ്ങാൻ പോവുക. മക്കളെ, ചില കറക്കങ്ങളൊക്കെ ദൈവം നമുക്ക് തരുമ്പോൾ ഓർത്തോളണം. ചില വേദനകളും കറങ്ങുന്നത് സാധാരണ കറക്കമല്ല. ചില കറക്കം വിശ്വാസ ജീവിതത്തിൽ ദൈവം തരുന്നത്. ചില ചുറ്റിക്കറങ്ങുന്ന അനുഭവങ്ങൾ ജീവിതത്തിൽ വരുമ്പോൾ ഓർത്തോളണം, എന്നെ എന്തിനാ ഇങ്ങനെ ഇട്ട് കറക്കുന്നതെന്ന് പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടില്ലേ? ഞങ്ങൾ ഇങ്ങനെ കറങ്ങിയാൽ തലചുറ്റി വീണുപോകും. യിരെമ്യാവിനോട് ദൈവം ഒരിക്കൽ പറഞ്ഞൊരു പദമുണ്ട്, നീ ഇവിടെ എഴുന്നേറ്റ് കുശവന്റെ വീട്ടിൽ ചെല്ല്. നീ അവൻ്റെ വീട്ടിൽ ചെല്ലുമ്പോൾ നിന്റെ കണ്ണുകൊണ്ടൊരു കാഴ്ച നീ കാണും. കുശവൻ കളിമണ്ണ് ചക്രത്തിൽ വെച്ച് കറക്കുന്നൊരു കാഴ്ച കാണും. അത് കറങ്ങുമ്പോൾ ഓർത്തോളണം, ഒരു നല്ല പാത്രമാക്കി അതിനെ പുറത്തെടുക്കാൻ വേണ്ടിയാ ദൈവസഭയുടെ ആത്മാവെന്ന് പകൽ ദൂത് പറയുന്നു. മക്കളെ, രാമേശ്വത്രം, ഓ ജോഷുവായും കൂട്ടരും കറങ്ങിയതുപോലെ യെഹെസ്കേലിന്റെ കർത്താവ് താഴ്വരയ്ക്കകത്ത് അസ്ഥി കൂമ്പാരത്തിന് നടുവിൽ ദൈവം കറക്കിയതുപോലെ സ്വോത്രം ചെയ്യുന്നു, സ്വോത്രം ചെയ്യുന്നു, സ്വോത്രം ചെയ്യുന്നു. ഓ സ്വോത്രം, കുശവന്റെ കൈക്കകത്ത് കളിമണ്ണിരുന്ന് കറങ്ങിയതുപോലെ ഈ ദൈവസഭയ്ക്കകത്ത് ചില മക്കൾ പ്രാർത്ഥനയെ കൂടെ ഒന്ന് കറങ്ങാൻ തയ്യാറായാൽ ഇതുവരെ പിടിച്ചെടുക്കാത്ത ചിലത് ദൈവം നമ്മുടെ കയ്യിൽ തരാൻ പോകുകയാ. ഓ രക്തത്താൽ ജയമെടുക്കുന്നു. അതലങ്ങളെ തുറന്ന് ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കും. മക്കളെ, ഞാൻ അവിടെ വന്നൊരു പ്രവചന ദൂത് പറയാതെ, നിങ്ങളുടെ ശിരസിൽ കൈവയ്ക്കാതെ, പകൽ ചില നിമിഷങ്ങൾ നിയോഗിക്കപ്പെട്ട സമയത്തിന് മുമ്പ് എനിക്കൂടെ ഇരിക്കണമല്ലോ. ഇനി ഒരു 10-15 മിനിറ്റുകൾ മാത്രമേ ഉള്ളൂ. സ്വോത്രം ചെയ്യുന്നു. അത്രയും സമയം ഞാൻ പ്രാർത്ഥനയ്ക്ക് ചെലവഴിക്കാൻ വേണ്ടി പോകുകയാണ്. ഉപവാസ പ്രാർത്ഥന ഒരു പ്രസംഗ മീറ്റിംഗ് ആയിട്ട് മാത്രമല്ല. സ്വോത്രം ചെയ്യുന്നു. ഇതിനകത്ത് ഒരു ദൈവപ്രവൃത്തി കർത്താവ് ചെയ്യാൻ പാളയം ദൈവസഭയ്ക്കകത്ത് ആരാധിക്കപ്പെടുന്ന വിശ്വാസ കുടുംബത്തിന്റെ ജീവിതത്തിനകത്ത്, ശുശ്രൂഷകന്മാരുടെ ജീവിതത്തിനകത്ത്, പട്ടണത്തിലെ ദേശത്തിലെ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങൾ വെളിപ്പെടാനായി ചില നിമിഷങ്ങൾ നമ്മൾ പ്രാർത്ഥിക്കുവാൻ കർത്താവ് നമുക്ക് ചിലരെ അവകാശമാക്കി ദൈവം തരാൻ പോകുന്നു. ഞാൻ നിങ്ങളെ ജാതികളെ രാജ്യത്തെ ഞാൻ നിങ്ങൾക്ക് അവകാശമാക്കി തരാമെന്ന് എന്റെ ദൈവം പറഞ്ഞതുപോലെ സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. കർത്താവേ, ഞങ്ങൾ ചിലതിനെ പിടിച്ചെടുക്കാൻ വേണ്ടി പോവുകയാണ്. അതിനെ അവകാശമാക്കി വച്ചിരിക്കുന്ന ദാവീദ് സിംഹത്തിന്റെ വായ്ക്കകത്ത് നിന്നും ആടിനെ പിടിച്ചെടുത്തതുപോലെ സ്വതന്ത്രം ചെയ്യുന്നു. പട്ടണത്തെ അടക്കി വാഴി ദൈവത്തിന് പ്രയോജനമുള്ള ഞങ്ങളുടെ തലമുറകളെ പിശാച് അപഹരിച്ചു കൊണ്ടുപോയതിനെ ഈ പ്രാർത്ഥനയെ കൂടെ ഞങ്ങൾ പിടിച്ചെടുക്കുകയാണ്. ഉന്നതന്മാരെ, ശക്തന്മാരായ വമ്പന്മാരായ ചിലര് ഞങ്ങൾ ഇന്ന് പകലിൽ ദൈവത്തിന് വേണ്ടി അവകാശം പറയുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥന വരങ്ങൾ, കൃപാവരങ്ങൾ ഇന്ന് പകൽ ചൊരിയട്ടെ. പ്രാർത്ഥനയുടെ ശക്തികള്, പ്രാർത്ഥനയുടെ ആഴങ്ങള് ഓരോ ദൈവമക്കളുടെ ജീവിതത്തിനകത്തുന്ന പകൽ വെളിപ്പെട്ട് വരട്ടെ. പാളയം ദൈവസഭ സ്വന്തം ചെയ്യുന്നു. ഒരു വലിയ വിടുതൽ കണ്ട് സന്തോഷിക്കുന്ന വർഷമാക്കി ദൈവം 2025 കർത്താവ് ചെയ്യാൻ പോകുകയാ. രാജ്യങ്ങളെ പിടിച്ചെടുക്കുന്ന, പട്ടണങ്ങളെ പിടിച്ചെടുക്കുന്ന, ഓ ഹല്ലേലൂയ, നേതാക്കന്മാരെ പിടിച്ചെടുക്കുന്ന സംഭവിക്കട്ടെ. ആരാധന വെളിപ്പെടട്ടെ, ആരാധന വെളിപ്പെടട്ടെ.
അധികാരത്തോടെ കരമടിച്ച് അന്യഭാഷയില് കരമടിച്ച് കാലപ്പഴക്കങ്ങൾ ചെന്ന ചില പോരുകൾ ഇന്ന് പകൽ കർത്താവ് അഴിക്കുകയ കാലപ്പഴക്ക ചെന്ന രോഗക്കെട്ടുകള് തലമുറകൾക്കെതിരായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന പോരിന്റെ ആയുധങ്ങള് ദൈവാത്മാവ് ഇന്ന് പകൽ തകർക്കുകയാ. താഴ്വരക്കകത്ത് നമ്മൾ ഇറങ്ങാൻ പോകുകയാ. എന്തിനാ നമ്മൾ താഴ്വരക്കകത്ത് ഇറങ്ങുന്നത്? ദൈവത്തിന് പ്രയോജനമുള്ള ചിലത് അസ്ഥികളായി കിടക്കുന്നു. അസ്ഥി കൂമ്പാരങ്ങളെ ജീവനോടെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവ പ്രവൃത്തി വെളിപ്പെടുകയാ. കരമടിച്ച് ഒന്ന് ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യാ. ഈ പ്രാർത്ഥനയ്ക്കകത്ത് മഹത്വത്തിന്റെ രാജാവ് ഇറങ്ങി വരട്ടെ. നീയോ ബെത്ലഹേം എഫ്രാത്ത്, നീ യഹൂദ സഹസ്രത്തിൽ ചെറുതാ. പക്ഷെ നീ ചെറുതായാലോ ഒരാധിപതി നിന്നെ കൂടെ പുറത്തു വരും. രാജാക്കന്മാര് പുറത്തു വരട്ടെ. ഓ സംഭവിക്കട്ടെ. ഈ പ്രാർത്ഥന രാജ്യങ്ങളിൽ വിടുതൽ സംഭവിക്കാൻ പോകുക. രാജ്യത്തിനകത്ത്, പട്ടണത്തിനകത്ത് കരമടിച്ച ആധാരങ്ങളെ തുറന്ന് സംഭവിക്കട്ടെ. യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പ്രാർത്ഥനയുടെ മറുപടി ചിലവിടെ കൂടാറ്റ് വെളിപ്പെടുന്നു. പ്രാർത്ഥനയുടെ മറുപടി ചില തലമുറയിൽ വെളിപ്പെട്ടു വരുന്നു. യേശുവിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ 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 സംഭവിക്കട്ടെ. പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ കർത്താവ് ദൈവപ്രവൃത്തി വെളിപ്പെടുന്ന ഞാൻ കാണുന്നു. ശരീരങ്ങൾ കുടുംബതലത്തിനകത്ത് വിടുതലില്ലാതെ ചില വിഷയത്തിന്റെ നടുവിൽ ദൈവാത്മാവെന്ന പ്രാർത്ഥനയിൽ ചില വിടുതൽ കൽപ്പിക്കുകയാ. വഴികൾ തുറന്നു വരട്ടെ, വഴികൾ തുറന്നു വരട്ടെ, വാതിലുകൾ ഓപ്പണായി വരട്ടെ. ഞാൻ അധികാരത്തോടെ കൽപ്പിക്കുന്നു, യേശുവിന്റെ നാമം ചൊല്ലി
രക്തം ജയം, രക്തം ജയം, രക്തം ജയം, രക്തം ജയം. ഒരു മാതാവ് തൻ്റെ തലമുറയെ കൊണ്ട് മരുഭൂമിയിൽ ഒരു കുറുങ്കാട്ടിൽ ഇട്ടേച്ച് അൻപിൻപാട് ദൂരത്തു മാറിയിരുന്ന് കരയുമ്പോൾ ദൈവം അടുത്തിറങ്ങി വന്ന് പറഞ്ഞൊരു പദമുണ്ട്. കർത്താവ് പറഞ്ഞൊരു പദമുണ്ട്: ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും, അവനെയും ഞാനൊരു വലിയ ജാതിയാക്കും. സ്തോത്രം ചെയ്യുന്നു. അവനെയും ഞാനൊരു വലിയ ജാതിയാക്കും. അത് എപ്പോഴെന്നറിയാമോ? അമ്മ കരഞ്ഞപ്പോൾ. ഞാൻ ഇന്ന് പകൽ ആത്മാവിൽ കാണുന്ന ഒരു പദമുണ്ട്. തലമുറകൾക്ക് വേണ്ടി, കൂടപ്പറപ്പുകൾക്ക് വേണ്ടി, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, പരിചയക്കാർക്ക് വേണ്ടി ആരെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ടോ അവരോട് ദൈവാത്മാവെന്ന് പകൽ പറയുന്നു, അവനെയും ദൈവം സന്നി കൊണ്ടുവന്ന് ഒരു വലിയവനാക്കി മാറ്റാം. ജോഷുവായോട് ദൈവം പറഞ്ഞൊരു പദമുണ്ട്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 7-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ജോഷുവയുടെ ദൈവം പറഞ്ഞു: ജോഷുവേ, ഞാൻ ഇസ്രായേലൊക്കെ കാണെ ഞാൻ നിന്നെ വലിയവനാക്കും. 3-ാം അധ്യായത്തിൽ വലിയവനാക്കും എന്ന് പറഞ്ഞ കർത്താവ് 6-ാം അധ്യായത്തിനകത്ത് ആ രാജ്യം അവന്റെ കൈ കൊടുത്തു. അവിടുത്തെ നേതാക്കന്മാരെ കൈ കൊടുത്തു. അവിടുത്തെ രാജാക്കന്മാർ അവന്റെ കയ്യിൽ കൊടുത്തു. ദൈവം പറഞ്ഞാൽ അങ്ങനെ ചെയ്യുന്ന ദൈവമാണ്. ഈ കാലഘട്ടത്തിലെ വിശ്വാസ മക്കളുടെ ഓരോ പ്രിയപ്പെട്ടവരുടെയും പ്രാർത്ഥനകൾ സ്തോത്രം ചെയ്യുന്നു. ചിലവരെ പിടിച്ചെടുക്കുവാൻ, ചില രാജാക്കന്മാരെ, നേതാക്കന്മാരെ വേണ്ടി പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകുന്നുവെങ്കിൽ നമ്മുടെ സഭകളിൽ അന്ത്യ കാലഘട്ടങ്ങളിൽ നേതാക്കന്മാരെ കൊണ്ട് ദൈവം സഭയെ നിറയ്ക്കും. സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്ക് അത്ര ശക്തിയുണ്ട്. ഓ സ്തോത്രം. രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് വരെ പ്രാർത്ഥന കയറി ചെന്ന് രാജാക്കന്മാർക്ക് സ്വസ്ഥത ദൈവം കൊടുക്കാതെ അവരെ തിരിച്ച് ഇറക്കിയെങ്കിൽ ഇന്ന് പകൽ പറയാം, പ്രാർത്ഥനയുണ്ടെങ്കിൽ ചിലവർക്ക് ദൈവം സ്വസ്ഥത കൊടുക്കാതെ വിശ്വാസത്തിൽ കൊണ്ടുവരും. ഹല്ലേലൂയ. എത്ര പേരിന്ന് പകലിൽ വിശ്വാസത്തോടെ ആ വാഗ്ദത്ത ദൂതുകൾ ഇന്ന് പകൽ ഏറ്റെടുക്കും? എൻ്റെ ദൈവം ചെയ്യാനിരിക്കുന്ന രക്ഷ, എൻ്റെ ദൈവം ചെയ്യാനിരിക്കുന്ന വിടുതലുകൾ പ്രാർത്ഥിക്കുന്ന മക്കൾ കാണാൻ കഴിയും. പ്രാർത്ഥിക്കുന്നവരെ കൊണ്ട് മറുപടി കാണിച്ചിട്ടേ നിങ്ങളുടെ കണ്ണ് ദൈവം അടയ്ക്കത്തുള്ളൂ. അതിന് എത്ര പ്രായം ചെന്നാലും, സ്തോത്രം ചെയ്യുന്നു, എത്ര വാർദ്ധക്യത്തിലേക്ക് നമ്മൾ മുൻപോട്ട് ചുമട് വെച്ചാലും ദൈവം നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടി കാണാതെ നമ്മുടെ കണ്ണടയാൻ ദൈവം അനുവദിക്കത്തില്ല. പരിശുദ്ധാത്മാവ് അങ്ങനെ തന്നെ ദൈവസഭയോട് ദൂത് പറയുകയാണ്, നമ്മുടെ കണ്ണടയാൻ ദൈവം അനുവദിക്കത്തില്ല. എന്താ? പ്രാർത്ഥിച്ച മറുപടി കാണാതെ, പ്രാർത്ഥിച്ച വിടുതൽ കാണാതെ, കുടുംബത്തിനകത്തുനിന്ന് ചിലരെ ദൈവസന്നിധി കൊണ്ടുവരുന്നത് കാണാതെ നമ്മുടെ കണ്ണടയാൻ ദൈവം അനുവദിക്കത്തില്ല. വലിയ ശ്രേഷ്ഠന്മാരായവരെ ദൈവം സ്തോത്രം ചെയ്യുന്നു നമ്മളെ കുടുംബതലത്തിനകത്ത് നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കും. നീയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിൻ്റെ അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്നും പുറത്തു വരും. നീ ചെറുതാണെങ്കിലും നിങ്ങളിലൂടെ പുറത്തു വരുന്നത് വലിയ അധിപതികളെ, ദേശം അറിയുന്ന, രാജ്യങ്ങൾ അറിയുന്ന, സ്തോത്രം ചെയ്യുന്നു അവേ, തലമുറകളെ ദൈവം നമ്മുടെ വീട്ടിനകത്ത് നിന്ന് എഴുന്നേൽപ്പിക്കും. സ്തോത്രം. അങ്ങനെ നമ്മുടെ കർത്താവിനെ കുറിച്ചൊരു പ്രവചന ദൂത്
നീ എഫ്രാത്ത് ചെറുതാണെങ്കിലും അധിപതിയെ വലിയ അധിപതി എഴുന്നേൽപ്പിക്കുന്ന ദൈവം പറഞ്ഞത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിനെ കുറിച്ചാണ്. കാലഘട്ടത്തിൽ നമ്മുടെ കർത്താവിനെ ആ പട്ടണത്തിൽ ദൈവം എഴുന്നേൽപ്പിച്ചു. സ്വോത്രം ചെയ്യുന്നു. അനവധി ആൾക്കാരുടെ അനവധി ആൾക്കാർക്ക് വിടുതൽ കൊടുക്കുവാൻ എന്റെ കർത്താവിനെ എഴുന്നേൽപ്പിച്ചതുപോലെ നമ്മളിലൂടെ കർത്താവ് ചെയ്യാനിരിക്കുന്ന വലിയ വിടുതലുകൾ എല്ലാ കണ്ണുകളുടെ നിമിഷം അടച്ച് ഒരു നിമിഷം നമുക്ക് എഴുന്നേൽക്കുവാൻ കഴിയുന്ന മക്കൾക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. രക്തത്താൽ ജയമെടുക്കുന്നു. നീയോ ബത്ലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രത്തിൽ ചെറുതായിരുന്നാലും ആ ചെറിയ സ്ഥലത്ത് നിന്ന് ഒരു വലിയ അധിപതിയെ ഞാൻ എഴുന്നേൽപ്പിക്കും. പറഞ്ഞതുപോലെ ഒരു വലിയ അധിപതിയെ കാലഘട്ടത്ത് നമ്മുടെ ദൈവം എഴുന്നേൽപ്പിച്ച അധിപതി ആരെന്നറിയാമോ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. സ്വോത്രം. യേശു ക്രിസ്തുവിനെ ദൈവം എഴുന്നേൽപ്പിച്ചു. യേശു ക്രിസ്തുവിനെ അവിടെ നിന്ന് എഴുന്നേൽപ്പിക്കും, അധിപതി എഴുന്നേൽപ്പിക്കുമെന്ന് ദൈവം വാഗ്ദത്ത ദൂത് പറയുമ്പോൾ ആ ദേശത്തിലെ അന്ധകാര ശക്തി പറഞ്ഞു, അങ്ങനത്തെ ഒരു അധിപതിയെ ഞാൻ എഴുന്നേൽപ്പിക്കത്തില്ല എന്ന് പിശാച് വാദിക്കാൻ തുടങ്ങി. പിശാച് എന്തുമാത്രം വാദിച്ചാലും അങ്ങനത്തെ ഒരു അധിപതി അവിടെ നിന്ന് എഴുന്നേൽക്കാതിരിക്കാൻ പിശാച് പല തടങ്ങൾ പാറകളും പല തടസ്സങ്ങൾ കൊണ്ടിട്ടെങ്കിലും തക്ക സമയമായപ്പോൾ, ദൈവത്തിന്റെ സമയമായപ്പോൾ നമ്മുടെ അധിപതിയായ യേശു ക്രിസ്തുവിനെ ദൈവം അവിടെ നിന്ന് എഴുന്നേൽപ്പിച്ചു. ദൈവത്തിന്റെ സമയമാകുമ്പോൾ ദൈവം നമ്മുടെ പ്രാർത്ഥന കേട്ട് ചിലരെ ദൈവാത്മാവ് എഴുന്നേൽപ്പിക്കും. അത് അധിപതിയായി മാറും, അത് ഉന്നതന്മാരായി മാറും, അത് ശക്തന്മാരായി മാറും. സ്തോത്രം ചെയ്ത് അത് അറിയപ്പെടുന്നവരാക്കി ദൈവം മാറ്റും. അങ്ങനെയുള്ള ചിലതിനെ ദൈവാത്മാവ് നമ്മുടെ സഭയിൽ കർത്താവ് കൊണ്ടുവരും. സ്തോത്രം ചെയ്യുന്നു. അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളെ പ്രാർത്ഥന ഒരിക്കലും പാഴായി പോകത്തില്ല, യാതനകൾ പാഴായി പോരത്തില്ല. പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്ന മക്കളെ വീണ്ടും ദൈവത്തിൻ്റെ ആത്മാവ് പ്രാർത്ഥിക്കാൻ അവർക്ക് ആവശ്യമായ ആയുസ്സുകൾ ദൈവം പ്രദാനം ചെയ്യും. ദീർഘായുസ്. എനിക്ക് ഉറപ്പുണ്ട് ഈ പകലത്തെ ശുശ്രൂഷ എവിടെയൊക്കെ ദൈവാത്മാവ് ഈ പ്രാർത്ഥന കയറി ചെന്നെന്ന് നമുക്ക് അടുത്ത ദിവസങ്ങൾ അറിയാൻ കഴിയും. ഇന്ന് നമ്മൾ പ്രാർത്ഥിച്ച, ഇന്ന് നമ്മൾ ആരാധിച്ച, ഇന്ന് നമ്മൾ കേട്ട അല്പദൈവിക ശബ്ദങ്ങൾ ഇത് എവിടെ കയറി ചെന്നെന്ന് നമുക്ക് അടുത്ത ദിവസം മറുപടി കാണുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. രക്തം ജയമെടുക്കുന്നു. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. എൻ പ്രിയൻ വലങ്കരത്തിൽ പിടിച്ചെന്നെ നടത്തിയിടുന്നു ദിനം തോറും. സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി, സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി, പതറുകയില്ല, ചേർന്ന് പതറുകയില്ല ഞാൻ. പ്രതികൂല മാനവാദി വന്നിടിലും വീഴുകയില്ല ഞാൻ, പ്രലപന മാനവാദി വന്നിടിലും എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിയിടും അന്ത്യം വരെ. എൻ കാന്തൻ
മുൻപിൽ ചെങ്കാടലാർത്തീരച്ചാരതീര പിൻപിൽ വൻവൈരി പിൻഗാമിച്ച മുൻപിൽ ചെങ്കാടലാർത്തീരച്ചാരതീര പിൻഗാമിച്ച ചെങ്കാടലിൽ കൂടി ഈ ചെങ്കൽ പാതയൊരുക്കി അക്കരയത്തേക്കും ജയാളിയായി ചെങ്കാട് ഉടബൽ കബല പരപതലം കൃപ 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 പതറുകയില്ല ഞാൻ ഓ പ്രതികൂല മാനവാദി വന്നിടയിലും വീഴുകയില്ല ഞാൻ പ്രലപനമാന ഓ എൻ കാന്തൻ കാത്തിടും. രക്തം ക്ഷയമെടുക്കുന്നു. എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ എരിയും തീ ചൂളയെതിരാൻ എരിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ട എരിയും തീ ചൂളയെതിരാൻ എരിഞ്ഞാൽ ശദ്രക്കിനെ പോൽ വീഴ്ത്തപ്പെട്ട എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വീടുവിക്കോ എന്നോടു കൂടെയും അഗ്നിയിലിറങ്ങി വെന്തിടാതെ പ്രിയൻ വീടുവിക്കും. ഓ പതറുകയില്ല ഞാൻ ആ പ്രതികൂല മാനവാദി വന്നിടിലും വീഴുകയില്ല ഞാൻ. ഓ ഹല്ലേലൂയ. ഓ എൻ കാന്തൻ കാത്തിടോ എൻ പ്രിയൻ ഓ എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ എൻ കാന്തൻ കാത്തിടോ എൻ പ്രിയൻ. ഓ കരീതി തോട്ടിലെവൾ ലംവാറ്റിയാലോ കാക്കയൻ വരവ് നിന്നിടിലോ കരീതി തോട്ടിലെവൾ ലംവാറ്റിയാലോ കാക്കയൻ വരവ് നിന്നിടിലോ സാറാ പാത്തൊരുക്കി എലിയാവെ പോറ്റിയ എൻ പ്രിയനെന്നെയോ പോറ്റിക്കൊള്ളോ സാറാ പാത്തൊരുക്കി എലിയാവെ പോറ്റിയ ആ എൻ പ്രിയനെന്നെയോ പോറ്റിക്കൊള്ളും. ഓ പതറുകയില്ല ഞാൻ വന്നിടിലോ വീഴുകയില്ല ഞാൻ. ഓ എൻ കാന്തൻ ഓ എൻ പ്രിയൻ പോറ്റിടും എന്നാഥൻ നടത്തിയിടും അന്ത്യം വരെ എൻ കാന്തൻ. ഓ മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയാലോ എൻ കാന്തനേശു കൈവിടില്ല. മണ്ണോടു മണ്ണായി ഞാൻ അമർന്നു പോയ എൻ കാന്തനേശു കൈവിടില്ല. എന്നെ ഉയർപ്പിക്കും
പിൻശരീരത്തോടെ കൈക്കൊള്ളുമേഴായേ മഹത്വത്തിൽ എന്നെ ഉയർപ്പിക്കും. പിൻശരീരത്തോടെ കൈക്കൊള്ളുമേഴായേ മഹത്വത്തിൽ പതറുകയില്ല ഞാൻ. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ. ബലവാനവാനവാദി വന്നിടലോ എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും. അതുലബദരബഷ് ഓ എൻ കാന്തൻ കാത്തിടും. റിബലബറബദൽ കബലബറബദല അടലബദലബദരബദലബറബ ഉടബലഗദരം സബലഗദരബ അടലബദലബദലബദല റിബലഗദഗദം സബലബറബല. ഹല്ലേലൂയ. രക്തം ജയം. അടബലഗദരം സബലഗദരബദല റിബലഗദരഗം സബലബ അടലബലബദ സബരബദലബ സബരം. ഹല്ലേലൂയ. ഈ പകലിൽ വിടുതൽ ശരീരങ്ങളിൽ ഇറക്കി വരട്ടെ. താരബദ സബല രഗദം സബലം തരഗം അടലബരബദല ദിബലബരബദല റബലഗദരബ സബലബ ഉടവൽ കബലം തരഗം ചലഗം. കാൽവരിയെ വിടുതലിന്റെ പകലിൽ ദൈവസഭയ്ക്കകത്തിറങ്ങട്ടെ. അബരവദലബം ശബലഗദരബം തുരബലഖദരം തുബലബദൻ ഹം തബരാധകം അടലബദലബദലബദല ദിബലബശം ഹുഡമൽ കമനം തലകം ശകലം തരബം തരബം. രക്തം ജയമെടുക്കുന്നു യേശുവിന്റെ നാമത്തിൽ. യേശുവിന്റെ നാമത്തിൽ കർത്താവേ, ദൈവസഭയെ, കുടുംബങ്ങളെ, ശുശ്രൂഷകരെ യേശുവിന്റെ കരത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ ദേശത്തിന്റെ പോരുകളെ ഞങ്ങൾ ഇന്ന് പകലിൽ അധികാരത്തോടെ യേശുവിന്റെ നാമത്തിൽ ശാസിച്ച് ഞങ്ങൾ ജയമെടുക്കുന്നു. മഹത്വവും മഹിമയും ഇന്ന് പകൽ സ്വർഗ്ഗം അവിടുന്ന് വെളിപ്പെടുത്തിയിരിക്കായി നന്ദി. കർത്തൃകരങ്ങളിലേക്ക് ദൈവജനത്തെ എല്ലാവരെയും ഏൽപ്പിക്കുന്ന കർത്താവെ, ദേശത്തെ അടക്കി വാഴുന്ന സകല ദേശത്തിൻ്റെ ജാതിക പോരുകളെ, അധിപതികളെ, ദേശത്തിൻ്റെ ബലവാന്റെ ശക്തികളെ ഞങ്ങൾ ഇന്ന് പകൽ സഭയായി അതിനെ പിടിച്ചു കെട്ടുകയാണ്. അവനെ പിടിച്ചു കെട്ടാതെ ഞങ്ങൾക്ക് അവൻ്റെ കോപ്പ് വരാൻ കഴിയത്തില്ല. കർത്താവ് ഉപയോഗിക്കേണ്ട ചിലതിനെ പിശാച് അപകരിച്ചു വച്ചതിന് ഞങ്ങൾ തിരിച്ചു പിടിക്കുകയാ. Praise the Lord. Hallelujah. Hallelujah. Amen. Hallelujah. Hallelujah. Praise the Lord. Hallelujah. 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 നമ്മുടെ തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് കാലം ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു. മാറ്റമില്ലാത്ത ദൈവത്തിന്റെ ശബ്ദം കേൾപ്പാൻ ദൈവം നമുക്ക് അവസരങ്ങളെ ഒരുക്കിയതിനാൽ നന്ദിയോടെ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. നീയോ ബേത്ലഹേം എഫ്രാത്തേ, നീ യഹൂദാ സഹസ്രങ്ങളിൽ ചെറിയവനായിരുന്നാലും ഹല്ലേലൂയ, നിന്നിൽ നിന്ന് വലിയവർ പുറപ്പെടുമെന്നുള്ള ആ വലിയ ശബ്ദം ഇന്ന് പകൽക്കാലം നമ്മെ കേൾപ്പിച്ചതിനാൽ
കരമുയർത്തി നമുക്ക് എല്ലാവർക്കും ദൈവത്തെ സ്തുതിക്കാം. ചെറിയ അനുഭവങ്ങളിൽ നിന്ന് ദൈവം നമ്മെ വ്യത്യസ്തരാകുന്ന, നമ്മുടെ ദേശത്തിൽ അനേകരെ ദൈവം എഴുന്നേൽപ്പിക്കുന്ന, ശ്രേഷ്ഠന്മാരെ ദേശത്ത് ദൈവം എഴുന്നേൽപ്പിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി നമുക്ക് വേണ്ടി വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ട വചനം നമുക്ക് എല്ലാവർക്കും ഏറ്റെടുക്കാം. അനേക ദേശത്ത് ശ്രേഷ്ഠരായി അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവര് കർത്തൃസന്നിധിയിൽ മുഴങ്കാൽ മടക്കുവാൻ ദൈവം അവരെ എഴുന്നേൽപ്പിക്കുന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ചെറിയ ബെത്ലഹേമിൽ നിന്ന് വലിയവനായ കർത്താവിനെ എഴുന്നേൽപ്പിച്ചതുപോലെ ഈ ദിനങ്ങളിൽ ശക്തന്മാരെ ദൈവസഭയുടെ കുടുംബങ്ങളിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുവാൻ, ശുശ്രൂഷകന്മാരുടെ മധ്യയിൽ നിന്ന് ദൈവം എഴുന്നേൽപ്പിക്കുവാൻ ദൈവം മതിയായവനാണ്. ഈ വചനം അയച്ച ദൈവം ആ വിടുതലുകൾ അയച്ചുവെന്ന് എല്ലാവരും വിശ്വാസത്തോടെ ഏറ്റെടുക്കാം. കർത്താവിന്റെ ദാസനെ ശുശ്രൂഷിപ്പാൻ ദൈവം കരങ്ങളെടുത്തല്ലോ. ഇന്ന് രാത്രിയിലും ശക്തമായ ദൈവത്തിന്റെ ആലോചന നമുക്ക് തരുവാൻ നമുക്ക് പ്രാർത്ഥനയോടെ ദൈവത്തിന്റെ സന്നിധിയിൽ നാം എല്ലാവരുമായിരിക്കുമ്പോൾ ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ സ്തോത്രം പ്രിയ സജീവ് പാസ്റ്റർ മുന്നോട്ട് കടന്നു വന്ന് ഇവിടെ പ്രാർത്ഥിക്കും. പ്രൈസ് ഗോഡ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ആമേൻ. കണ്ണുകിടക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പ്രിയ പിതാവേ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യും. അടിയങ്ങൾക്ക് നൽകിയ നല്ല നിമിഷങ്ങൾക്കായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങളങ്ങേ വാഴ്ത്തുകയാണ്. ഇന്ന് പകൽക്കാലം കർത്താവ് ഞങ്ങളുടെ പാദപ്പെടുത്തിയിരുന്ന് അങ്ങയുടെ ഇമ്പമേറിയ ശബ്ദം കേൾക്കുവാൻ കർത്താവ് ഒരുക്കിയ നല്ല അവസരത്തിനായി നന്ദി പറയുകയാണ്. കർത്താവ് ഞങ്ങളെ കേൾപ്പിച്ച ദൈവിക ശബ്ദത്തിനായി നന്ദിയോടെ സ്തോത്രം. കർത്താവെ എഫ്രാത്ത് ചെറുതാണെങ്കിൽ അവൻ കർത്താവയെ നിന്ന് വലുത് പുറപ്പെടുന്നതിനായി സ്തോത്രം. ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു, ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവെ ഞങ്ങളുടെ മധ്യ അങ്ങ് വലിയവ ചെയ്യാൻ പോകുന്നതിനായ സ്തോത്ര. അങ്ങയുടെ ജനത്തിന് വേണ്ടി അങ്ങ് വലിയവ ചെയ്യാൻ പോകുന്നതിനായ സ്തോത്ര. ഈ നാളുകളിൽ കർത്താവെ അങ്ങയുടെ പാദപീഠത്തിലിരുന്നത് കർത്താവെ പല സ്തോത്ര വിഷയത്തിന്മേലും കർത്താവ് ഞങ്ങൾ ചുറ്റിക്കറങ്ങിയാൽ ഞങ്ങൾക്ക് കർത്താവ് ചിലതിനെ ഇടിച്ചു കളയുവാൻ, ചിലത് അത്ഭുതം ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവമേ ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുകയാണ്. കർത്താവെ ഈ നാളുകൾ ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി അടിയങ്ങളെ തന്നെ സമ്പൂർണ്ണമായി ഏൽപ്പിക്കുകയാണ്. കർത്താവെ പ്രാർത്ഥനയുടെ ആഴത്തോട്ടിരിക്കാൻ ഞങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകണമേ. അങ്ങയുടെ ജനത്തിനെ അതിനായി സഹായിക്കുമാറാകണമേ. കർത്താവ് പ്രാർത്ഥനയുടെ മറുപടികളെ കണ്ട് സന്തോഷിപ്പാൻ ഞങ്ങളെ സഹായിക്കുമാറാകണമേ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവേ അങ്ങയുടെ കരം പ്രാർത്ഥിക്കുന്ന ജനത്തിന് വേണ്ടി ഈ നാളുകളിൽ വെളിപ്പെട്ടു വരുവാൻ ഞങ്ങൾ ഒരുമിച്ച് അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ ഉപവാസ പ്രാർത്ഥന അതിന് മുഖാന്തരമായി തീരണമേ. കർത്താവ് പ്രാർത്ഥനയാൽ കഴിയാത്ത കാര്യമൊന്നുമില്ലെന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നതിനുള്ള മറുപടികൾ ഈ ഉപവാസ പ്രാർത്ഥനകളുടെ ജനത്തിന് വേണ്ടി അങ്ങ് വെളിപ്പെടുത്തുമാറാകണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. പൂർണ്ണമായും ഭാഗികമായി ഉപവാസം ഇരിക്കുന്ന എല്ലാ അങ്ങയുടെ മക്കൾക്കായി സ്തോത്രം. വീണ്ടും ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. കർത്താവേ ഇന്ന് പകൽക്കാലം മാറ്റമില്ലാത്ത ദൈവവചന ദൂതുകൾ ആലോചനകൾ പകർന്ന അങ്ങയുടെ വിലയേറിയ ഭക്തനായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അധികാരത്തോടെ ഞങ്ങളുടെ മധ്യേ രാത്രികാലമായി അയക്കണമേ, കുടുംബമായി ആദരിക്കണമേ. സഭയെ ശുശ്രൂഷകളെയൊക്കെ മാനിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ ദൈവദാസന്മാർക്കായി സ്തോത്രം ചെയ്യും. കോശി പാസ്റ്റനായ കുടുംബത്തിനായ ജോബൻ പാസ്റ്റനായ കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളെ തന്നെ സമ്പൂർണ്ണമായി താഴ്ത്തുകയാണ്. കഥാവെ ഞങ്ങളിപ്പോൾ പിരിയുമ്പോൾ പിരിയാത്ത സാന്നിധ്യം കൊണ്ടിരിക്കണമേ. വീണ്ടും കാണും വരെ ക്രൂശിൽ മറച്ച് ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തും. എല്ലാ മഹത്വം അങ്ങേക്കും മാത്രം അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കരമുയർത്തി നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്. വൈകിട്ട് കൃത്യം 7 മണിക്ക് തന്നെ യോഗം ആരംഭിക്കും. എല്ലാ ദൈവജനവും പ്രാർത്ഥനയോടെ എല്ലാവരും രാത്രിയിൽ കടന്നു വരണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. കർത്താവിന്റെ ദാസൻ നമ്മുടെ മധ്യേ ശുശ്രൂഷിക്കും.